നേരത്തെ സെലക്ട് ചെയ്യപ്പെട്ട ഏതാനും പ്രതിനിധികൾക്കൊപ്പം ടാലൻറ്റ് ലീഗിൻ്റെ മാച്ച് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ടാലൻറ്റ് ലീഗിൻ്റെ മാച്ച് നമ്മളിവിടെ ആരംഭിക്കുന്നു. ഈ പോഡിയങ്ങളിലേക്കൊക്കെ നേരത്തെ സെലക്ട് ചെയ്യപ്പെട്ട ഏതാനും ആളുകൾ എത്താനിരിക്കുകയാണ്. അവരെത്തിക്കഴിയുമ്പോൾ മത്സരം മറ്റൊരു തലത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അവർ തമ്മിലുള്ള മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത്. മത്സരാർത്ഥികളെ നമുക്ക് പോഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ആഷിഖ് പറളി, ഇൻസാഫ് അലി സലീം, സാജിദ് അബ്ദുള്ള, ജസീം അഹമ്മദ്, അൽ അമീൻ എസ്. മത്സരാർത്ഥികൾക്ക് ഹൃദ്യമായ സ്വാഗതം. പോഡിയത്തിലേക്ക് കയറാം. ആഷിഖ് പറളി, ഇൻസാഫ് അലി സലീം, സാജിദ് അബ്ദുള്ള, ജസീം അഹമ്മദ്, അൽ അമീൻ എസ്. 5 മത്സരാർത്ഥികൾ. മത്സരത്തിൻ്റെ രീതിയും രൂപവും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. അതിനുശേഷം അത് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ വേഗത ഒരു പ്രധാന ഘടകമാണെന്ന കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കുക. വേഗത ഒരു പ്രധാന ഘടകമാണ്. അതു ജസ്റ്റ് ബ്രീഫ്. മത്സരത്തിന്റെ ചോദ്യം സ്ക്രീനിൽ സദസ്യർക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അതോടൊപ്പം തന്നെ മത്സരാർത്ഥികൾക്ക് ഈ ടി-വിയിലും മത്സരത്തിന്റെ ചോദ്യം കാണാം. അവരവരുടെ പേരുകൾ അവർ സെലക്ട് ചെയ്ത് അവരുടെ പോഡിയം ഏതാണെന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മത്സരത്തിന്റെ ചോദ്യം അത് ഈ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെ ഓപ്ഷനുകൾ കാണാനുള്ള ചെറിയ സെക്കൻഡുകൾ അവിടെ ഉണ്ടാവും. ആ ഓപ്ഷനുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീന് ബസർ അമർത്താനുള്ള സമയമാകും. ബസർ അമർത്താനുള്ള സമയമാകുമ്പോൾ സ്ക്രീന് ഇപ്പോൾ ചുവപ്പ് കളറിൽ നിന്ന് മാറി പച്ച നിറത്തിലാവും. പച്ച നിറത്തിലായതിനു ശേഷമാണ് നമ്മൾ ബസർ അമർത്തേണ്ടത്. ബസർ അമർത്തി കഴിഞ്ഞാൽ ആദ്യം ബസർ അമർത്തിയ ആളാരാണോ അയാൾക്ക് നമ്മുടെ ഡിവൈസിൽ വന്ന് ഓപ്ഷനുകൾ നോക്കി ശരി ഉത്തരം അടയാളപ്പെടുത്താം. ഒരു വാചകം ഞാൻ മത്സരാർത്ഥികൾക്ക് വേണ്ടി പറയുന്നു. സ്വാഭാവികമായിട്ടും ഇത് മത്സരമാണ്. വളരെ പൊടുന്നനെ വളരെ വേഗത്തിൽ ഉത്തരം പറയാന്നുള്ളതാണ്. ഉത്തരം അറിഞ്ഞതുകൊണ്ട് മാത്രം അയാൾക്ക് അവസരം കിട്ടിക്കൊള്ളുന്നില്ല. വേഗത പ്രധാനമാണ്. അപ്പോൾ ഒരു മത്സരാർത്ഥിക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഒരു മത്സരാർത്ഥിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കുക, ഒരു പ്രശ്നമല്ല. നമ്മൾ ഈ മത്സരത്തെ ഈ ഒരു സെഷനെ സമ്പന്നമാക്കാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആ നിലക്കുള്ള അഭിനന്ദനങ്ങൾ, അഡ്വാൻസ് കൺഗ്രാറ്റ്സ് നേരുകയാണ്. ഓക്കെ, താങ്ക് യു. യെസ്, ബസർ അമർത്തിയ ആളെ നമ്മൾ ഡിവൈസിലേക്ക് ഉത്തരം അടയാളപ്പെടുത്താൻ ക്ഷണിക്കും. അദ്ദേഹത്തിന് ഉത്തരം അടയാളപ്പെടുത്തി വിജയിയാകാനുള്ള 1ാമത്തെ കടമ്പ അതോടുകൂടി അയാൾ കടന്നു കഴിഞ്ഞു. അതിനുശേഷം ഏതാനും ചില ചോദ്യങ്ങൾ, ഓരോ ചോദ്യങ്ങൾക്കിടയിലും ഇൻഷാ അല്ലാഹ് നമുക്ക് ആരാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്ന് പരിശോധിക്കാനുള്ള സമയമുണ്ട്. നമ്മൾ വേഗത്തിൽ ഇനി മത്സരത്തിലേക്ക് പോകുന്നു. ആദ്യ ചോദ്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ആദ്യ ചോദ്യം പറയുന്നതിന് മുമ്പ് ചെറിയ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ മത്സരം നമുക്ക് ഒരു വിനോദം സമ്മാനിക്കുന്നതോടൊപ്പം തന്നെ അല്പം ചില വിജ്ഞാനങ്ങൾ കൂടി പകർന്നു നൽകുന്ന ഒരു മത്സരമാണ് എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടി നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം മുഴുവൻ വേദനയോടെ ചില വെടിയൊച്ചകൾ കേൾക്കണ്ടായി. കശ്മീരിൻ്റെ മണ്ണിൽ നമ്മളെല്ലാവരെയും വേദനയിലാഴ്ത്തിക്കൊണ്ട് 27 മനുഷ്യജീവനുകൾ നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. ആ ഒരു ഞെട്ടലും ആ ഒരു നൊമ്പരവും ആ ഒരു വേദനയും അവസാനിക്കുന്നില്ല. വളരെ കൃത്യമായി ഒരു മതത്തെയും ഒരു വിഭാഗത്തെയും മനുഷ്യർക്ക് മുന്നിൽ പ്രതിയാക്കാനും പ്രതിക്കൂട്ടിൽ നിർത്താനും പ്രത്യേകം പദ്ധതി ഒരുക്കി നിർവഹിക്കപ്പെട്ട ആ ദൗത്യം പക്ഷേ അവിടെ തന്നെ വെച്ച് അതിൽ തന്നെ ഇരകളായവർ പൊളിച്ചടുക്കിയതും നമ്മൾ കാണുകയുണ്ടായി. എൻ്റെ അച്ഛനെ അവർ വെടിവെച്ച് താഴെയിട്ടു. പിന്നെ എൻ്റെ മുന്നിൽ എൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു. ഞാനൊരു അമ്മയായി ചിന്തിച്ചു. അപ്പോൾ എന്നെ സഹായിച്ചത് 2 വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അവരായിരുന്നു 2 മുസ്ലിം വ്യക്തികളായിരുന്നു. അങ്ങനെ ആ 2 വ്യക്തികളെയും എന്നെ എല്ലാ നിലക്കും എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നു. അവരുടെ യാത്ര പറഞ്ഞപ്പോൾ അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ലോകത്ത് പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യം, നിരന്തരമായി എവിടെയൊക്കെ പൊട്ടിത്തെറിക്കുന്ന പൊട്ടിത്തെറികളുടെയും എന്തൊക്കെ സംഭവിക്കുന്നുവോ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം പലപ്പോഴും ഒരു ജനതയുടെ മേൽ വെച്ച് കെട്ടുകയും ആ രീതിയിൽ ഒരു ജനതയെ ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുന്നു. വളരെ ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന പരിസരത്ത് നിൽക്കുന്ന എല്ലാവരും വളരെ ആത്മാർത്ഥമായി പരിശോധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷയം ഇല്ലേ എന്നത് ഞാനൊരു ടെസ്റ്റിന് വേണ്ടി ഇട്ടുതരാണ്. എൻ്റെ താടി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക മനസ്സുണ്ട്.
ആ മനസ്സെൻ്റെ മുടി കാണുമ്പല്ല. ആരും ഒരാളും ഇന്നേ വരെ മുടി കണ്ടിട്ട് അവൻ്റെ മുടി കണ്ടിട്ട് എനിക്കാകെ പേടിയായി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ താടി കാണുമ്പോൾ ഒരു പേടിയുണ്ട്. താടി കാണുമ്പോൾ എന്നാൽ എല്ലാ താടികൾക്കും ഈ പേടിയില്ല. ഇവിടുത്തെ സാഹിത്യകാരന്മാർ, ഇവിടുത്തെ കലാകാരന്മാർ, ഇവിടുത്തെ സയൻറ്റിസ്റ്റുകൾ, ഇവിടുത്തെ ബുദ്ധിജീവികൾ, ഇവരൊക്കെ നമ്മൾ താടി വെച്ചവരായി കാണുന്നുണ്ട് അല്ലേ? നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ ഉപജ്ഞാതാവ് ടാഗോർ, അദ്ദേഹത്തിന് മനോഹരമായ നീണ്ട താടിയുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെങ്ങനെ കൃത്യമായി സംഭവിച്ചു എന്നത് ഒരു വളരെ കൃത്യമായ ചോദ്യമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും മോശമായി ചെയ്താൽ ആ മോശമായി ചെയ്തതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം ഒരു സമൂഹത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടുകയാണ്. കൊറോണ കാലത്ത് നമ്മൾ കണ്ടു, കൊറോണ എല്ലാവരും വെറുക്കുന്ന ഭയക്കുന്ന ഒന്നാണ്. എല്ലാവരും വെറുക്കുന്നതും ഭയക്കുന്നതുമായ കൊറോണയെ എങ്ങനെ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ മേൽ അടിച്ച് ഏൽപ്പിക്കാൻ കഴിയും എന്ന് അന്വേഷിച്ചപ്പോൾ അവർ കണ്ടെത്തിയ വഴിയായിരുന്നു, ഏതോ ഒരു ഹോട്ടലിൽ ഏതോ ഒരു പയ്യൻ അവൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവൻ ഭക്ഷണത്തിലേക്ക് തുപ്പുന്നതോ അങ്ങനത്തെ എന്തോ ഒരു വീഡിയോ അതെടുത്തിട്ട് അവൻ്റെ ജാതി നോക്കിയിട്ട് അവൻ്റെ മതം നോക്കിയിട്ട് അത് കോടിക്കണക്കിന് മനുഷ്യർക്കുമേൽ വെച്ച് കെട്ടുന്നത് നമ്മൾ കാണുകയുണ്ടായി. ലോകത്ത് പൊട്ടുന്ന ഓരോ ബോംബിൻ്റെയും, ലോകത്ത് സംഭവിക്കുന്ന ഓരോ അറ്റാക്കിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തം ഓരോ ഇൻഡിവിജ്വലിനും കൊടുക്കുകയാണ്. എന്നാൽ നിങ്ങൾ നോക്കി, കശ്മീരിൽ തന്നെ പഹൽഗാമിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി ജീവൻ വെടിഞ്ഞ ആളുകളുണ്ട്. അവര് കെലിമ ചോദിച്ചു വന്ന വ്യക്തികളെപ്പോലെ ചെറ്റത്തരം ചെയ്ത്, തെണ്ടിത്തരം ചെയ്ത്, യാതൊരു മടിയില്ലാതെ രണ്ട് വാക്കും ഞാൻ ഉപയോഗിക്കും, മതവിരുദ്ധമായൊരു രീതി ചെയ്ത്, ആ മതവിരുദ്ധ രീതി ചെയ്തവർ അവരുടെ മതവും ജാതിയും നോക്കി അതിൻ്റെ ഫുൾ കാര്യങ്ങൾ മുസ്ലിം സമൂഹത്തിൻ്റെ മേലിൽ കെട്ടിവെക്കുന്നവർ ആതിരയെ കൈപിടിച്ച് അവരെ ചേർത്ത് പിടിച്ച് ജീവിതത്തിലേക്ക് കൈ നടത്തിയവരെ അവരുടെ മതത്തിൻ്റെ പേരിൽ ഒരിക്കലും ലാബൽ ചെയ്യണില്ല. ആ രണ്ട് സഹോദരങ്ങളെ അവരുടെ മതമാണ് അതിനവരെ പ്രേരിപ്പിച്ചതെന്ന് പലപ്പോഴും പറയുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വളരെ പ്രസക്തമാകുന്നത്. ആ ചോദ്യത്തിൻ്റെ മർമ്മത്തിലേക്ക് നമ്മൾ വരികയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ മക്കയിൽ ജീവിക്കുകയും മക്കയിൽ തൻ്റെ ജനങ്ങൾക്കിടയിൽ പ്രബോധനം നിർവഹിക്കുകയും ചെയ്തപ്പോൾ ആശയം കൊണ്ട് പ്രതിരോധിക്കാൻ സാധിക്കാത്ത ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അക്രമങ്ങൾ നടത്താനാണ് അവർ പരിശ്രമിച്ചത്. കൊടിയ പീഡനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഉണ്ടായി. അദ്ദേഹത്തിനെതിരെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന സാധുക്കളായ അനുയായികളോടും ഇത്തരം ക്രൂരതകൾ അവർ തുടർന്നുകൊണ്ടേയിരുന്നു. 13 വർഷക്കാലം ഈ നിരന്തര പീഡനം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. കൊലപാതകത്തിന് വിധേയരായ ആളുകൾ, ശരീരത്തിൽ ചൂടുപഴുപ്പിച്ച ഇരുമ്പ് ശരീരത്തിൽ വെച്ച് അമർത്തി ശരീരം വേദനിപ്പിച്ച് കരിച്ചു കളഞ്ഞ ആളുകൾ, അങ്ങനെ കൊടിയ പീഡനങ്ങളിലും മർദ്ദനങ്ങളിലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അനുയായികളും വർഷങ്ങളോളം മക്കയിൽ കഴിച്ചുകൂട്ടി. അങ്ങനെയാണ് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നത്. പലായനം ചെയ്യേണ്ടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ സാധാരണ സഞ്ചരിക്കാത്ത മറ്റൊരു വഴിയിലൂടെയാണ് മദീനയിലേക്ക് യാത്ര പോകുന്നത്. യാത്ര പോകുന്നതറിഞ്ഞ് മുഹമ്മദ് നബിയെ പിടിച്ചുകൊടുത്ത ആളുകൾക്ക് വലിയ സമ്മാനങ്ങൾ മുശ്രിക്കുകൾ പ്രഖ്യാപിച്ചിരുന്നു, ശത്രുക്കൾ പ്രഖ്യാപിച്ചിരുന്നു. പിടിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? കൊലപ്പെടുത്താനാണ്. എന്തിനാ കൊലപ്പെടുത്തുന്നത്? ഒരിക്കലും ആശയത്തെ പ്രതിരോധിക്കാൻ സാധിക്കില്ല. ഇസ്ലാം എന്നത് അത് ലോകത്ത് ഏതൊരു വ്യക്തിക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന സുന്ദരമായ ഒരു ആശയമാണ്. തെറ്റിദ്ധരിപ്പിക്കാൻ എത്ര തന്നെ ശ്രമിച്ചാലും അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ ചെന്ന് പഠിച്ചാൽ അതിൻ്റെ സംശയങ്ങളെല്ലാം നീങ്ങുന്ന സുന്ദരമായ ഒരു ആശയമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ആശയം കൊണ്ട് പ്രതിരോധിക്കാതെ കള്ളപ്രചാരണങ്ങൾ നടത്തി ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അക്രമങ്ങൾ ഉണ്ടാക്കി ഇസ്ലാമിനെ നശിപ്പിക്കാനേ സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയും നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ പല ആളുകളും ഈ ഒരു സമ്മാനം പ്രതീക്ഷിച്ച് യാത്ര പോയിരുന്നു. ആ യാത്ര പോയ ആളുകൾ നബിയെ കൊല്ലാൻ വേണ്ടി വന്ന ആളുകളാണ്. ആ കൊല്ലാൻ വന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം എന്തായിരുന്നു എന്നത് ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ആ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വ്യക്തിയെ പറ്റിയാണ് നമുക്കിന്ന് ചോദിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും യാത്ര ചെയ്യുന്നു. പിന്നാലെ നമ്മൾ ഈ പറയുന്ന കഥാനായകൻ വരികയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പിന്നാലെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന്റെ കുതിരയുടെ കാല് മണ്ണിൽ പൂണ്ടുപോകുന്ന അവസ്ഥയുണ്ടായി. അദ്ദേഹം ആ മരുഭൂമിയിൽ വെച്ച് വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, യാത്രാമാർഗം കിട്ടാതെ
അവിടെ തന്നെ മരിച്ചു പോകും എന്ന ആശങ്കയാലാണ് മുന്നിലുള്ള നബിയോടും അബൂബക്കർ സിദ്ദീഖിനോടും സഹായം ചോദിക്കുന്നത്. സഹായം ചോദിക്കാൻ ഇദ്ദേഹത്തോട് സഹായം ചോദിച്ചാൽ സഹായിക്കും എന്നൊരു മനസ്സുള്ളതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. അതെ, അതായത് 13 വർഷം മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ആശയ പ്രബോധനത്തിന് ശ്രമിച്ചു. എന്നും കത്തിയുടെയും തോക്കിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഒളിപ്പോരാട്ടങ്ങളുടെയും ആളായി ഫിലിമുകളിലൂടെ, ഷോർട്സിലൂടെ, റീൽസിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന പ്രവാചകനെ നിങ്ങൾ അറിയണം. 13 വർഷം ഒരു മുട്ടുസൂചി പോലും എടുത്ത് ആ ജനതയ്ക്ക് നേരെ ചെന്നിട്ടില്ല. തൻ്റെ പ്രിയപ്പെട്ടവരെ കഴുത്തറുത്തൊരു കോഴിയെ അറുക്കുന്നതിലേറെ ലാഘവത്തോടെ അറുത്ത് തള്ളുന്നത് കണ്ടിട്ടും, പ്രിയപ്പെട്ടവരെ വെട്ടി നുറുക്കുന്നത് കണ്ടിട്ടും 13 കൊല്ലം എല്ലാം ക്ഷമിച്ച് ഒരു പ്രവാചകൻ ആ നാട്ടിൽ നിൽക്കുന്നുണ്ട്. അവസാനം നിർവാഹമില്ലാതെ ആ നാട്ടിൽ ഒരു ഫൈറ്റ് മോഡ് ഒഴിവാക്കാൻ വേണ്ടി പ്രവാചകൻ മറ്റൊരു നാട്ടിലേക്ക് പോവാണ്. ആ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് പോവാണ്. ആ മദീനയിലേക്ക് പോകുമ്പോൾ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അവരെ പിടിക്കാനാണ് ഈ ചങ്ങാതി വന്നത്, ഈ വ്യക്തി വന്നത്. എന്തിനാ? പ്രവാചകനെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുപോയി കൊടുത്താൽ എത്രയോ തലമുറകൾക്ക് ജീവിക്കാനുള്ള സമ്മാനം കിട്ടും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കാനായി വന്ന ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സഹായിക്കുമ്പോൾ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കുകൂടിയുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുഭൂമിയിലാണ്, വെയിലുണ്ട്, ഇവിടെ സ്വസ്ഥത കിട്ടാതെ നാട്ടിലേക്ക് ഓടിപ്പോകാൻ, രക്ഷപ്പെട്ടു പോകാൻ അവർ ആക്രമണം കാരണത്താൽ. പക്ഷെ ആ സമയത്ത് പോലും പ്രതീക്ഷയുടെ ഒരു വർത്തമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. നോക്കൂ, കിസ്റയുടെ വളകൾ നിന്റെ കൈകളിൽ അണിയിക്കപ്പെടുന്ന ഒരു ദിവസം വരും എന്നൊരു പ്രതീക്ഷയുടെ വർത്തമാനം കൂടി ആ സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചോദ്യം ഇതാണ്, ഈ സംഭാഷണം നടന്ന വ്യക്തി ഹിജ്റ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന ശത്രുപക്ഷത്തെ ആ യുവാവ് ആരായിരുന്നു എന്നതാണ് ചോദ്യം. ഓഡിയൻസിന് ഉത്തരം മനസ്സിൽ വിചാരിക്കാം. മത്സരാർത്ഥികൾക്ക് കിട്ടിയില്ലെങ്കിൽ ഓഡിയൻസിനാണ് അവസരം. ആരാണ് ആദ്യം ബസർ അമർത്തുന്നത് അയാൾക്കായിരിക്കും ഉത്തരം പറയാനുള്ള അവസരം ഉണ്ടാവുക. ആസം ആദ്യം ബസർ ഇൻസാഫ് അലി സലീം, ഫാസ്റ്റ് ടൈം ഔട്ട് ആണിന്റെ മുമ്പ്, ടൈം ഔട്ട് ആവുന്നതിന്റെ മുമ്പ് വേഗം പെട്ടെന്ന്. യെസ്, ഇൻസാഫ് ഒന്നാമത്തെ ഓപ്ഷൻ ലോക്ക് ചെയ്തിരിക്കുന്നു. ഇൻസാഫ് അടയാളപ്പെടുത്തിയ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇൻസാഫ് അടയാളപ്പെടുത്തിയ ഉത്തരം ശരിയാണ്. അപ്പോ ഇൻസാഫ് പോയിന്റ് സ്കോർ ചെയ്തിരിക്കുന്നു. ഓക്കെ, വണ്ടർഫുൾ. സുറാഖത്ത് ബിനു മാലിക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിച്ചതേ, ഈ ശ്രോതാക്കള് നമ്മൾ ആദ്യത്തെ 3 സെക്ഷനിൽ മത്സരിച്ച് തുടങ്ങി, അത് 2 പോയി. അപ്പൊ അതിന്റെ ഒരു പ്രതിഷേധം ഓൾറെഡി ഉണ്ട്, പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളും അവിടെ പോയി നിൽക്കുമായിരുന്നല്ലോ എന്നാണ്. വെയിറ്റ് ചെയ്യുക, നല്ലോണം പ്രാർത്ഥിക്കുക, ഇവർക്ക് ഉത്തരം കിട്ടാതിരിക്കട്ടെ, അത് മാത്രമേ വഴിയുള്ളൂ. ഏതായാലും ഓക്കെ, നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോവാം അല്ലേ. ഇവിടെ ഒരു വാചകം കൂടി ഞാൻ പറയാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ചില നിരാശകൾ ഉണ്ടാവും. ലോകത്ത് ആര് എന്ത് ചെയ്താലും അവനൊരു മുസ്ലിം പേരുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തം എല്ലാ മുസ്ലിങ്ങൾക്കും കൊടുത്ത് അങ്ങനെ തന്നെ കാണുന്നൊരു ന്യൂനപക്ഷമുണ്ട്. ബസ്സൊന്നും വണ്ടിയൊന്നും ലോറിയൊന്നും വഴിയെന്നും ഒക്കെ ഇവ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ കുറ്റം പറയണില്ല. അവർ ചാനലുകളിലും വാർത്തകളിലും ന്യൂസുകളിലും സോഷ്യൽ മീഡിയകളിലും എല്ലാം അവർ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കണത് എന്താ? അതാണ് പ്രശ്നം അല്ലേ. അതല്ലെങ്കിൽ മറുപക്ഷത്ത് എത്രയോ ഇശായിന് നിസ്കരിച്ച പള്ളി നേരം വെളുത്ത് സുബൈക്ക് വന്നപ്പോൾ കാണാനല്ല, നിരന്നിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം ഇന്ത്യയിലുണ്ടായ സംഭവമാണ്, ഉത്തർപ്രദേശിലുണ്ടായ സംഭവമാണ്. ബുൾഡോസ് ചെയ്യണ വീഡിയോ നമ്മൾ കണ്ടു. അവിടെയൊക്കെ അത് കേസില്ല, ഒന്നുമില്ല, അങ്ങനത്തെ അസ്വസ്ഥത. അവിടെ ഒരു തരം നിരാശ വരാനുള്ള സാധ്യത ഉണ്ട്. ആ നിരാശക്കുള്ള ഉത്തരവും കൂടിയാണ് ശരിക്കും പ്രവാചകൻ ഇവിടെ ചെയ്യുന്നത്. എന്താണ്? സ്വന്തം ജനതയോട് 13 വർഷം ക്ഷമാപൂർവം ഒരു ഉരുളങ്കല്ല് പോലും എടുക്കാതെ, ഒന്ന് കോളറിന് പോലും പിടിക്കാതെ, ഒന്ന് മുഖത്ത് തോണ്ടുക പോലും ചെയ്യാതെ, ഒന്ന് ശബ്ദമുയർത്തി സംസാരിച്ച് പോടാ എന്ന് പോലും പറയാതെ ഒക്കെ സഹിച്ചു നിന്നിട്ട് അവസാനം ഇവരെ ജീവിക്കാൻ സമ്മതിക്കൂല, എനിക്ക് എൻ്റെ ദൈവം താ നൽകിയ നെറ്റിത്തടം കൊണ്ട് അവൻ സൃഷ്ടിച്ച മണ്ണിൽ എനിക്കൊന്ന് സുജൂദ് ചെയ്യണമെങ്കിൽ മറ്റൊരു ഇടം വേണമെന്നുള്ള നിലയ്ക്ക് അനുയായികളൊക്കെ ആദ്യം പറഞ്ഞയച്ച് യഥ്രിബ് എന്ന പട്ടണത്തിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അവിടെ പിടിക്കാൻ വരുന്നിടത്ത്, അവിടെ കൊല്ലാൻ വരുന്ന ആൾക്ക് സമ്പൂർണ്ണ മാപ്പ് കൊടുത്തതിൻ്റെ ശേഷം പ്രവാചകൻ പറയണ എന്താ?
പ്രതീക്ഷയാണ് പറയുന്നത്. ഇനി ഇതൊക്കെ മായും, ഒരു ദിവസം വരും. ആ ദിവസത്തിന്റെ പ്രത്യേകത കിസ്രയും കൈസറും ഒക്കെ ഈ രാഷ്ട്രത്തിന്റെ ഈ സന്ദേശത്തിന്റെ കീഴിൽ വരും. എന്ന് പറഞ്ഞാൽ അമേരിക്കയും റഷ്യ എന്ന് വേണമെങ്കിൽ നിങ്ങൾ ഇന്നത്തെ കാലത്ത് പറഞ്ഞോളി കേട്ടോ. ആ അത്രയും വിപുലമായ ഒരു അവസ്ഥ ഇവിടെ വരാനുണ്ട് എന്ന ഉള്ളിൽ സൂക്ഷിക്കുന്ന പ്രതീക്ഷ ഉണ്ടല്ലോ, അതാ നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, നമ്മളും ഇത്തരം ആളുകളൊക്കെ ഉണ്ടാക്കുന്ന അജണ്ടക്കനുസരിച്ച് പോകും. നമുക്കും എന്താ ഒന്ന് തിരിച്ചടിച്ചാലെന്നൊക്കെ തോന്നും. അത് നമ്മുടെ രീതിയല്ല, ഒരിക്കലും നമ്മുടെ രീതിയല്ല. നമ്മുടെ നിയമത്തിന്റെ വഴികൾ നോക്കുന്നു, ജനകീയമായ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ നോക്കി, പഹൽഗാമിലെ വിഷയം വന്നപ്പോൾ പഹൽഗാമിലെ വിഷയത്തിൽ സോഷ്യൽ മീഡിയ ഒരു ഭാഗത്ത് ഓരോ മുസ്ലിമിനെയും പ്രതിയാക്കിയപ്പോഴും, മുസ്ലിങ്ങളെ നിങ്ങളിങ്ങനെ ലോകത്ത് എവിടെയെങ്കിലും പൊട്ടണ എല്ലാ ബോംബിനും കയറി മാപ്പോരൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യം ഇവിടെ അല്ല എന്ന് വളരെ പരസ്യമായിട്ട് വളരെ ശക്തമായി ഈ കാലത്തൊരു ക്യാമ്പയിൻ നടന്നതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ചരിത്രത്തിൽ വലിയ പാഠങ്ങൾ നമുക്കുണ്ട്. ആ പാഠം നമ്മൾ ഉൾക്കൊള്ളുന്നു. മാർക്ക് ഇൻസാഫിനെ കിട്ടിയിട്ടുള്ളൂ, പക്ഷേ അറിവും പാഠവും നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇസ്ലാം കൊണ്ടുവന്നിട്ടുള്ള എല്ലാ നിയമങ്ങളും അത് ഏത് കാലത്തിനും ഒരുപോലെ ഗുണപ്രദമായിട്ടുള്ളതാണ്, ഫലപ്രദമായിട്ടുള്ളതാണ്. കാലാനുവർത്തിയായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. കാലാതിവർത്തിയായ ഗ്രന്ഥമാണ്. ഏത് കാലത്തേക്കും അതിൻ്റെ നിയമങ്ങൾ യോജിക്കുന്നതാണ്. ഇപ്പൊ സമ്പത്ത്, അത് സാമ്പത്തിക ക്രമങ്ങളിൽ പല ആശയങ്ങളും പല നിയമങ്ങളും പല പ്രത്യയശാസ്ത്രങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആ പ്രത്യയശാസ്ത്രങ്ങൾ കൊണ്ടുവന്ന സമ്പദ്ഘടനക്കൊന്നും നിലനിൽപ്പുണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർക്ക് തന്നെ അതൊരു കാലം കഴിഞ്ഞപ്പോൾ തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. അതോ എന്നോട് ചോദ്യം മനസ്സിലാകാൻ മറ്റൊരു എക്സാമ്പിളിലൂടെ പോകാം. അതായത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, ഇസ്ലാം എന്ന് പറയുന്നത് ഇവിടെ ഈ താടിയും തൊപ്പിയൊക്കെ വെച്ച് അല്ലെങ്കിൽ മതാധ്യാപകരായി നടക്കുന്ന ആരുടെയെങ്കിലും ഒരു മതമൊന്നുമല്ല. ഇവിടുത്തെ സർവരുടെയും മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ കീഴ്വണക്കം എന്നാണ്. സൂര്യൻ്റെ, ചന്ദ്രൻ്റെ, നക്ഷത്രങ്ങളുടെ, പുഴുക്കളുടെ, പൂമ്പാറ്റയുടെ, കടലിൻ്റെ, കാട്ടാറിൻ്റെ, കാട്ടാനയുടെ, ആണിൻ്റെ, പെണ്ണിൻ്റെ, കുഞ്ഞിൻ്റെ, എല്ലാവരുടെയും മതമാണ്. അതുകൊണ്ട് ഇതേതെങ്കിലും ഒരു അവകാശവാദമായി നിങ്ങൾ കാണണ്ട. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏത് ആശയവും നിങ്ങൾ എടുത്ത് പഠിച്ചോ. വളരെ ശക്തമായി ഇസ്ലാമിനെ വിമർശിക്കാൻ തോന്നുന്നവരോടും ഞാൻ പറയാണ്, നിങ്ങൾ പഠിച്ചോ. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏത് ആശയവും അത് കാലാതിവർത്തിയാണ്. ഇപ്പൊ സമ്പത്തിന്റെ വിഷയമാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ കൊണ്ടുവരാൻ പോണത്. അത് മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ മുമ്പ് ഒരു ക്യാമ്പയിൻ നടന്നിരുന്നു. ആ ക്യാമ്പയിൻ ഇതായിരുന്നു: നാം രണ്ട് നമുക്ക് രണ്ട്. നാം രണ്ട് നമുക്ക് രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാളും ഭാര്യയും ഭർത്താവും. നമുക്ക് 2 കുട്ടികൾ മതി, തോനെ കുട്ടികൾ വേണ്ട. കാരണം നാട്ടിൽ പൗരന്മാരുടെ എണ്ണം കൂടിയാൽ, സിവിലിയൻസിന്റെ എണ്ണം കൂടിയാൽ നാട്ടിലെ സമ്പദ്ഘടനയെ അത് ബാധിക്കും. പോപ്പുലേഷൻ കൺട്രോളാണ്, ജനസംഖ്യാ നിയന്ത്രണമാണ് വഴി എന്ന് ലോകം മുഴുവൻ തീരുമാനമെടുത്ത് ലോകത്താകമാനം ആ ക്യാമ്പയിൻ നടന്നൊരു കാലമുണ്ട്. പല രാജ്യങ്ങളും പല മെത്തേഡാണ് സ്വീകരിച്ചത്. ചില ആളുകൾ ഫോഴ്സിനിറക്കി, സൈന്യങ്ങൾ ഇറക്കി, പട്ടാളക്കാരിറക്കി. എന്നിട്ടോ ഭാര്യനെയും ഭർത്താവിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് രണ്ടാളി 2 ജയിലിലിട്ട് ഒരിക്കൽ കുട്ടികളുണ്ടാകാതിരിക്കാനേ. ഭയങ്കര കോമഡി അല്ലേ? ചില ആളുകളൊക്കെ അവരെന്ത് ചെയ്തു, കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായി. വേറെ ചില രാജ്യങ്ങൾ ചെയ്തത് നല്ല ആനുകൂല്യങ്ങൾ കൊടുത്തു. 2 കുട്ടികൾ മാത്രമുള്ള പാരൻസിന് വലിയ ആനുകൂല്യങ്ങൾ കൊടുത്തു. 3ാമത്തെ കുട്ടിയുടെ ആനുകൂല്യം നിരാകരിച്ചു. നമ്മുടെ രാജ്യമൊക്കെ അതിൻ്റെ ഒരു പരിസരത്താണ്, നമ്മുടെ കേരളമൊക്കെ അതിൻ്റെ ഒരു പരിസരത്താണ്. ഭയങ്കര പ്രബുദ്ധരായ ആളുകളൊക്കെ അങ്ങനെയായിരിക്കും. അന്തവും ബുദ്ധിയൊന്നും ഇല്ലാത്ത ആളുകളാണ് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുക. അപ്പോൾ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്ര കുട്ടിയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് 3 കുട്ടിയുണ്ട് എന്നൊക്കെ ഒരു ചമ്മലോടെ പറയുന്ന ഒരു സീസണോടെ കഴിഞ്ഞു പോയിരുന്നു. അപ്പൊ ഈ ക്യാമ്പയിൻ പൊതുവെ സ്വീകരിച്ചു. എന്താ ക്യാമ്പയിൻ? നാം 2 നമുക്ക് 2. അപ്പൊ ഇത് വിജയിച്ചു എന്ന് കണ്ടപ്പോൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടന്നു. ആര്? ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്യണവര്. അവര് പറഞ്ഞു, അവരെന്താ പറഞ്ഞ, ഈ നിൽക്കണ പാനലിസ്റ്റുകൾക്ക് ആർക്കെങ്കിലും അറിയോ? നാം 2 നമുക്ക് 2 എന്ന് പറഞ്ഞതിന്ന് അമീന്റെ അടുത്ത് എന്തോന്നുണ്ട്. നാം 1 നമുക്കൊന്ന്. നാം 1 നമുക്കൊന്ന്. ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് കിടന്നിട്ട് നാം 1 നമുക്കൊന്ന് എന്നാ പറഞ്ഞത്. അപ്പൊ പൊതുവെ അങ്ങനെയാണല്ലോ ഈ സോഷ്യൽ മീഡിയ ചാനലുകൾ, ഇതിൻ്റെയൊക്കെ ക്യാമ്പയിൻ അനുസരിച്ച് നമ്മളിങ്ങനെ മാറും. അത് നമ്മൾ അറിയില്ല. നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ മാറുന്നുണ്ടാവും. കുറേ ആളുകൾ മാറി, കുറേ ആളുകൾ നമുക്കൊരു കുഞ്ഞു മതിയും തീരുമാനിച്ചു. 2ാമത്തൊരു കുഞ്ഞ് വരാതിരിക്കാനുള്ള വമ്പിച്ച പ്രതിരോധമൊക്കെ ഒരുക്കി. അപ്പൊ ഈ ടീം അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോയി. അടുത്ത അവരുടെ ക്യാമ്പയിൻ ക്യാപ്ഷൻ ഞാൻ ഓഡിയൻസിനോടാണ് ചോദിക്കുന്നത്. നാം 2 നമുക്ക് 2 എന്നിടത്ത് നിന്ന് ഉത്തരോടെ പറഞ്ഞിട്ടുണ്ട്. ഉത്തരം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നാം എന്തിന് നമുക്കെന്തിന്.
നാം എന്തിന് നമുക്കെന്തിന് എന്നത് ഷാർപ്പല്ല. വേറെ ആർക്കെങ്കിലും? നാം ഒന്ന് നമുക്കെന്തിന്. നാം ഒന്ന് നമുക്കെന്തിന്, അതിനോട് വളരെ യോജിച്ചു നിൽക്കുന്ന ആശയത്തിലുള്ള ഒന്നാണ്. നാം ഒന്ന് നമുക്കൊന്നെന്തിന് വേറെ. നമ്മൾ രണ്ടാളും മതി, മക്കളൊന്നും വേണ്ട എന്നുള്ളിടത്തെത്തി. കുറെ ആളുകൾ മക്കൾ ഇല്ലാതെ അങ്ങനെ ജീവിച്ചു. അവര് ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒക്കെ ആയിട്ട് പോയി. പിന്നെ കുറച്ച് പോയപ്പോൾ കുഞ്ഞൊന്നും ഉണ്ടാകാത്ത കാലെത്തിയപ്പോൾ കുഞ്ഞ് വേണമെന്ന് തോന്നിയപ്പോൾ പതിയെ പോയി ദത്തെടുത്തു. ഇന്നൊന്നും കൂടിയും ഈ ക്യാപ്ഷൻ സെറ്റ് ചെയ്ത ആളുകൾ പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെന്താണ്? നമ്മൾ എന്തിനാ അങ്ങനെ ഒന്നിക്കണു? നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ കണ്ടാൽ പോരെ. സെക്സ് എന്നുള്ളത് അങ്ങനെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ആവശ്യമുള്ളവരോട് ചോദിച്ചു വാങ്ങേണ്ട ഒന്നാണ്. അതിനുവേണ്ടി ഒന്നിക്കേണ്ടതൊന്നുമില്ല. കുറച്ചും കൂടി മുന്നോട്ട് പോയി അവരൊന്നുകൂടി പറഞ്ഞു, എന്താണ്? നമ്മൾ ആണും പെണ്ണും തന്നെ ഒന്നിക്കണം എന്നില്ലല്ലോ. പെണ്ണിനും പെണ്ണിനും ഒന്നിക്കാലോ, ആണിനും ഒന്നിക്കാലോ. അപ്പൊ ഈ തലപോയ തെങ്ങുമ്മക്കയറിനെ ടീം അവസാനം ഇപ്പൊ എത്തിച്ചത് അങ്ങോട്ടറിയോ? നാം രണ്ട്, നമുക്ക് രണ്ട് എന്ന് പറഞ്ഞ ആളുകൾ അന്ന് ഇസ്ലാം വളരെ ശക്തമായിട്ട് നഹ്നു നർസുഖുകും വഇയ്യാഹും ഇന്ന ഖത്ലഹും കാന ഖത്അൻ കബീറ, നിങ്ങൾ അവരെ കൊല്ലരുത്. ഗർഭപാത്രത്തിൽ ജനിക്കാനും ജീവിക്കാനും ആഗ്രഹിച്ച് ജീവന്റെ നാമ്പെടുക്കുന്ന കുഞ്ഞിനെ, കളിമുറ്റങ്ങളിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന പൊന്നോമനയെ, പൂമ്പാറ്റയെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന പൊന്നുമോനെ ഗർഭത്തിലിട്ട് വെട്ടി നുറുക്കി അതിനെ അബോർഷൻ എന്നും പേരെടുത്ത് കൊന്ന് കളയരുത് എന്ന ഖുറാനിന്റെ ക്യാമ്പയിൻ അതൊരു നെഗറ്റീവ് ക്യാമ്പയിൻ ആയിരുന്നു. ഇന്നിപ്പോ നടക്കണ എന്താണ്? ഇന്നിപ്പോ ജനസംഖ്യ ഇല്ലാത്ത പ്രശ്നം. ഇന്ത്യയിൽ തന്നെ കേരളത്തിലൊക്കെ യുവാക്കളുടെ പെർസെൻറ്റേജ് 25%, 25%. ഒരു 4-5 കൊല്ലം കൊണ്ട് വളരെ പിന്നിലേക്ക് കൂപ്പുകുത്താൻ പോവാണ്. അതുകൊണ്ട് ഈ ക്യാമ്പയിനുകൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത റഷ്യ, അതേപോലെ തന്നെ ചൈനയൊക്കെ ഇപ്പോ പ്രസവിക്കാനും കുഞ്ഞുങ്ങളുണ്ടാകാനും വലിയ നിലക്കുള്ള ഓഫറുകൾ കൊടുത്തോണ്ടിരിക്കുക. ഞാൻ അതിങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ, ഒരു ചങ്ങാതി അവിടെ നിന്ന് ഇങ്ങനെ തള്ളുന്നുണ്ടല്ലോ, നിങ്ങൾ വെറുതെ ഗൂഗിൾ ചെയ്യുക, ജസ്റ്റ് ചാറ്റ് ജിപിടിനോട് ചോദിക്കുക, ഡീപ് സീക്കിനോട് ചോദിക്കുക, ഗ്രോക്കിനോട് ചോദിക്കുക, പച്ച മലയാളത്തിൽ എഴുതി ചോദിക്കുക. പോപ്പുലേഷൻ കൺട്രോൾ വിഷയത്തിൽ നിലവിൽ ചൈനയുടെ റഷ്യയുടെ സ്റ്റാൻഡ് എന്താണ്? എന്നിട്ട് ഞാൻ പറഞ്ഞത് അല്ലാത്ത വല്ലതുണ്ടെങ്കിൽ യു ക്യാൻ കം, വി ക്യാൻ ഡിബേറ്റ്. ഒരു പ്രശ്നമല്ല, നമുക്ക് ഡിസ്കഷൻ ആവാം. ഇതൊരു ഓൺലി ഗിസ് അല്ല. അപ്പൊ ഞാൻ പറയണത്, അവിടെ ഇന്ന് ഇപ്പൊ നമ്മളെ കേരളത്തിലൊരു ക്യാബിനറ്റ് മിനിസ്റ്റർക്ക് കിട്ടുന്ന അതേ ആനുകൂല്യങ്ങൾ വീട്ടിലിങ്ങനെ പ്രസവിക്കാനും കുട്ടികളെ നോക്കാനൊക്കെ തയ്യാറായിട്ടുള്ള സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളെ സ്ത്രീകൾ ആരോടൊന്ന് സ്വകാര്യം പറയുന്നുണ്ട്, നമ്മൾ ചൈനയ്ക്കും റഷ്യക്കൊക്കെ പോയാലോ അല്ലേ? ചൈനയ്ക്കും റഷ്യക്കൊക്കെ പോയാൽ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ആനുകൂല്യം ഉണ്ടെന്നാ കേട്ടതെന്നാണ്. നമ്മൾ കേരളത്തിൽ പുതിയ തലമുറ ഇല്ലാതെ, മക്കളില്ലാതെ പോവാണ്. നിങ്ങളെ ഫോൺ എടുക്കുക, എൻ്റെ ഈ സംസാരം റെക്കോർഡ് ചെയ്ത് വെക്കുക. ഒരു 5, 6, 7, 8 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിൽ സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് പുതിയ വലിയ ഹോർഡിങ്സ് കാണും. നമ്മുടെ ഉദരത്തിൽ ജീവിക്കുന്ന കുഞ്ഞ് നമ്മുടെ നാടിനെ നിർമ്മിക്കേണ്ടവനാണ്. അവൻ ജനിക്കട്ടെ, അവൻ വളരട്ടെ. ഈ ആശയത്തിലുള്ള ക്യാമ്പയിൻ വരും. നിങ്ങൾ എഴുതി വെച്ചോ. അപ്പൊ ഞാൻ ഇവിടെ ഈ ക്വസ്റ്റ്യന്റെ ഇൻട്രോ ആയിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതാണ്. പലപ്പോഴും നമ്മൾ ഓരോ കാലഘട്ടത്തിലും ചുമരുകളിൽ കാണുന്ന ക്യാപ്ഷൻ അനുസരിച്ച് കാര്യങ്ങളെ സെറ്റ് ചെയ്താൽ അവസാനം വിരല് കടിച്ചു മുറിക്കേണ്ടി വരും. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയധാരയ്ക്ക് ഒരു സർവകാലികതയും സർവലൗകികതയും ഉണ്ട്. ആ ഗണത്തിലാണ് ഇസ്ലാമിന്റെ സമ്പദ് ഘടനയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ വരുന്നത്. അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ഉയർത്തുന്നത്. ഒരാള് അയാളുടെ സമ്പത്തിന്റെ 2.5% അത് സാധുക്കളുടെ അവകാശമാണെന്ന്, അയാളുടെ വരുമാനത്തിന്റെ അല്ല, അയാളുടെ നീക്കിയിരിപ്പിന്റെ, അയാളുടെ ഒരു വർഷമായുള്ള നീക്കിയിരിപ്പിന്റെ 2.5% അത് സാധുക്കളുടെ അവകാശമാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. ലോകത്തെമ്പാടുമുള്ള അതിസമ്പന്നരുടെ എണ്ണം എടുത്ത് പരിശോധിച്ച് നോക്കുക. അവർ കൊടുക്കേണ്ടി വരുന്ന സക്കാത്തിന്റെ എണ്ണം കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുക. ആ കണക്കിൽ അവർ കൊടുക്കേണ്ട സക്കാത്തും ലോകത്തുള്ള മുഴുവൻ ദാരിദ്ര്യം നിർമാർജനം ചെയ്യാൻ എത്ര പണമാണോ വേണ്ടത് ആ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുക. അതിസമ്പന്നർ മാത്രം, എല്ലാവരും അല്ല, അതിസമ്പന്നർ മാത്രം അവരുടെ സക്കാത്ത് കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ ദാരിദ്ര്യം. യെസ്, വളരെ പ്രായോഗികമായ ഒരു ഇംപ്ലിമെന്റേഷൻ ആണ്. ലോകത്തെ അതിസമ്പന്നർ എന്ന ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് നിങ്ങളൊന്ന് ചാറ്റ് ജിപിടി ടോക്ക് ലോകത്തെ അതിസമ്പന്നരുടെ ലിസ്റ്റ് തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഏറ്റവും അപ്ഡേറ്റഡ് ആയ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അവരെന്ത് ചെയ്യണം? അവരുടെ സമ്പത്തിന്റെ 2.5% ഒരു അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. അങ്ങനെ പോസ്റ്റ് ചെയ്താൽ ആഫ്രിക്കയിലെ അല്ലെങ്കിൽ ലോകത്തെ ദരിദ്ര രാഷ്ട്രങ്ങളിലെ കുട്ടികളുടെ
കുട്ടികളുടെ ചിരികളികൾ ഒരു കിളിയൊച്ച പോലെ ലോകം കേൾക്കും. പട്ടിണി പാവങ്ങൾ ഓവുപാലത്തിന്റെ ചോട്ടിലും അതുപോലെ തന്നെ തെരുവിലൊക്കെ കഴിയുന്നവർ അവർക്ക് വലിയ ആശ്വാസമാകും. യെസ്, സക്കാത്ത് എന്നതാണ് ഈ സംവിധാനത്തിന്റെ പേര്. ഇസ്ലാം ഉണ്ടാക്കിയിട്ടുള്ള, നിർദ്ദേശിച്ചിട്ടുള്ള സമ്പത്ത് പണക്കാരിൽ നിന്ന് സാധുക്കളിലേക്ക് എത്തുന്ന സംവിധാനം. ഈ സക്കാത്ത് കിട്ടാൻ വേണ്ടി 27-ാം രാവിന്റെ അന്ന് സമ്പന്നരുടെ മുമ്പിൽ കൈനീട്ടി പോകേണ്ട ഒരു സാഹചര്യം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മറിച്ച് പാവപ്പെട്ടവന്റെ അവകാശമാണതെന്നും സമ്പന്നർ നിർബന്ധമായി അത് ഒരു അതോറിറ്റിയെ ഏൽപ്പിക്കണമെന്നും അതോറിറ്റി ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തി പാവങ്ങൾക്കിടയിൽ, അർഹരായ ആളുകൾക്കിടയിൽ അത് വിതരണം ചെയ്യണമെന്നുമാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്ന കാര്യം. ഇത് ഫലപ്രദമായി നടപ്പിലാക്കിയ ചെറിയ മഹല്ലുകൾ, ചെറിയ പള്ളികൾ, ആ പള്ളികളും അതിൻ്റെ പരിസര പ്രദേശത്തും ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ഇക്കാലത്തും സാധിച്ചിട്ടുണ്ട്. അത് വളരെ വ്യവസ്ഥാപിതമായി നടപ്പിലാക്കി കൊണ്ടുപോകുന്ന മഹല്ലുകൾ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ നാടുകളിൽ പാവപ്പെട്ട ആളുകളുടെ കൃത്യമായ ലിസ്റ്റിംഗ് നടക്കുകയും അതിസമ്പന്നരും സമ്പന്നരും സമ്പത്ത് ഒരു വർഷമായി നീക്കിയിരിപ്പ് സക്കാത്തിന്റെ കണക്കനുസരിച്ച് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകളും കൃത്യമായി അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ദാരിദ്ര്യം മാറ്റാൻ അതുകൊണ്ട് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സക്കാത്തിന്റെ അർഹരാരൊക്കെയാണ് എന്നത് ഇസ്ലാം വളരെ കൃത്യമായി എണ്ണി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യം സക്കാത്തുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം നമുക്ക് വേഗം ഉത്തരത്തിലേക്ക് കടക്കാം. സക്കാത്തിന്റെ അവകാശികളെ എത്ര ഇനമായാണ് ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നത്? ആദ്യമായി ആരാണോ ബസറമർത്തുന്നത് അയാൾക്ക് ഉത്തരത്തിലേക്ക് വരാം. യെസ്, ആദ്യം ആരാണ് പ്രശ്നം? അൽ അമീൻ. യെസ്, അൽ അമീൻ. വേഗം 11 സെക്കൻഡ് ബാക്കി. സ്പീഡ് അപ്പ്. 9 സെക്കൻഡ് ബാക്കി. ഓക്കെ. യെസ്, ഓപ്ഷൻ ബി ആണ് അൽ അമീൻ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ ബി ശരിയാണോ? ഓപ്ഷൻ ബി ശരിയാണ്. 8 സക്കാത്തിന് 8 അവകാശികളുണ്ട് എന്ന്. ഒന്ന് രണ്ട് ശ്രോതാക്കളെ അഭിപ്രായം എന്താ അറിയോ? ഇതിൽ നിങ്ങൾ ആ 14 എന്ന് കൊടുത്ത സ്ഥാനത്ത് 9 എന്ന് കൊടുക്കേണ്ടിയിരുന്നു. എന്നാല് അൽ അമീൻ തെറ്റിക്കുമായിരുന്നു എന്നാണ്. പക്ഷെ അൽ അമീൻ ആളൊരു പുലിയാണ്, അതുകൊണ്ട് തെറ്റിക്കാൻ സാധ്യതയല്ല. ഓക്കെ, അപ്പോ സക്കാത്ത് നമ്മൾ പറയുന്നു ലോകത്തെ ദാരിദ്ര്യം നിർമാർജനം ചെയ്യാൻ ലോകത്തെ മുഴുവൻ മനുഷ്യരുടെ ഓഹരി വേണ്ട. നമ്മൾ വലിയ ടാക്സും GST ഒക്കെ പിടിക്കുന്നുണ്ട് അല്ലേ? ടാക്സും GST ഒക്കെ പിടിച്ചിട്ടും ഇന്ത്യയിലെ പട്ടിണിക്കാരൻ തന്നെയാണ്. നമ്മൾ പറയുന്നു ലോകത്തെ അതിസമ്പന്നരായ 100 വ്യക്തികളുടെ സമ്പാദ്യത്തിന്റെ 2.5% ഒരു അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടാൽ ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാകൂല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ തികച്ചും പ്രായോഗികമാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വേഗത്തിൽ പോവാം. യെസ്, ഒരു ഭീകരാക്രമണമോ ഒരു തീവ്രവാദ പ്രവർത്തനമോ ഒരു ബോംബ് സ്ഫോടനമോ ഒക്കെ ഉണ്ടായാൽ അതിൻ്റെ പിന്നിൽ ഒരു മുസ്ലിം പേര് തിരയാനുള്ള താല്പര്യം മീഡിയകൾക്കുണ്ടാകും. ആ കാര്യത്തിൽ സംശയമില്ലാത്ത വിഷയമാണ്. അത് ഇസ്ലാമിനെ പ്രതി ചേർക്കാനാണ് പരിശ്രമിക്കുക. വൈ എന്തുകൊണ്ട് അങ്ങനെ മീഡിയക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നു? ഇതൊരു ക്വസ്റ്റ്യനാണ്. ഇസ്ലാമിനോട് മാത്രം എന്തത്ര വിരോധം? നിങ്ങളൊരു തരം ഇരവാദം ഉയർത്തുകയല്ലേ എന്നൊക്കെ ചിലപ്പോൾ ചില ആളുകൾക്ക് ചിന്തിക്കാം. ഞാനൊരു എക്സാമ്പിൾ മാത്രം പറയാം, ഒറ്റ എക്സാമ്പിൾ മാത്രം പറയാം. ലോകത്ത് എഡ്യൂക്കേഷൻ സോണിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പർപ്പസിൽ ചോക്ക് മുതൽ ബോർഡ് മുതൽ അധ്യാപകന്റെ സാലറി വരെയുള്ള ഇനത്തിൽ ലോകരാഷ്ട്രങ്ങൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ് $17 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. 17 എഴുതിയിട്ട് ഒരു 11 വേണ്ടി വരുന്ന തോന്നണേ, തെറ്റിയാൽ ഐ ആം റിയലി സോറി. $17 ബില്യൺ ബിസിനസ്സാണ് മീൻസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നടക്കുന്നത്. എന്നാൽ നിങ്ങൾ നോക്ക്, ശരിക്ക് കേൾക്കുക. കോസ്മെറ്റിക് ഇൻഡസ്ട്രി, ചുണ്ട് ചുമപ്പിക്കുന്നതും മുഖം വെളുപ്പിക്കുന്നതും ശരീരത്തിൻ്റെ ഷെയ്പ്പ് മാറ്റുന്നതും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന ബില്ലിംഗ് കൗണ്ടറുകളിലൂടെ ഒരു വർഷം $500 ബില്യൺ ബിസിനസ് നടക്കുന്നുണ്ട്. $500 ബില്യൺ എന്ന് പറയുമ്പോൾ 50 പിന്നെ ഒരു 11 നിങ്ങൾ ചാറ്റ് GPT യോട് ചോദിക്കുക, $500 ബില്യൺ 2000 രൂപയുടെ നോട്ടാക്കിയാൽ എത്ര കണ്ടെയ്നറിൽ കൊണ്ടുപോകാൻ ഉണ്ടാകും? തരും. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തോളൂ. മുന്നിലിരിക്കുന്ന വില്ലന്മാർ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ടാസ്ക് തരാണ് ഞാൻ. ടാസ്ക് കറക്റ്റായിട്ട് എനിക്ക് പൂരിപ്പിച്ചെന്നാൽ അവസാനം നിങ്ങൾക്ക് സമ്മാനം. ഓക്കെ, അപ്പോൾ മനസ്സിലാവും
അത്ര ഒരു വർഷത്തെ കണക്കാണ് ഞാൻ പറയണേ. ഒരു വർഷം അത്ര $1 ബില്യൺ ബിസിനസ് എടുക്കണം. ഇനി കേട്ടോളി, ഇസ്ലാം ഇതെങ്ങനെ പൂട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് കോവിഡ് കാലത്ത് 30% ഈ ഇൻഡസ്ട്രിയിൽ 30% ഇടിവുണ്ടായി. ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക, ഗേൾസ് ആൻഡ് ബോയ്സ് ഓൾസോ, വുമൻസ് ആൻഡ് ലേഡീസ്, എല്ലാവരും കേൾക്കുക. എന്താ 30% ഇടിവുണ്ടായി? 30% ഇടിവുണ്ടാകാൻ ഒറ്റ കാരണമുള്ളൂ, കൊറോണ വന്നു. അപ്പൊ കോവിഡ് എന്ന് പറയുന്ന പ്രത്യേക രോഗാണു ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയതല്ല, മറിച്ച് ആളുകൾ ഇങ്ങനെ ഈ മാസ്ക് ധരിക്കാൻ തുടങ്ങിയപ്പോൾ മാസ്ക് ധരിച്ചൊരു സ്പേസിൽ പിന്നെ ഇതൊക്കെ കൂടെ മിനിക്കണ്ടല്ലോ, ഇതൊക്കെ കൂടെ ചെയ്യേണ്ടയില്ല. അപ്പൊ ആളുകൾ ഭയങ്കര ഫ്രീ മൈൻഡിൽ പോയി. അപ്പൊ ആ ഭാഗത്തേക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ സാധനങ്ങൾ ആളുകൾ വാങ്ങാതായി. അപ്പൊ 30% ഇടിവുണ്ടായി. ഇനി കേൾക്കുക, ലോകത്ത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഡ്രസ് കോഡ് പ്രകാരം ഇവിടുത്തെ ഈ പറയുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഇൻഡസ്ട്രി മുന്നോട്ട് വെക്കുന്ന ഒരു സാധനം ആവശ്യമല്ല. പർദ്ദയും മഫ്റ്റൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമല്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്ലാം ഈ ഇൻഡസ്ട്രിയെ പൂട്ടുന്നു. ഇനി ഒരു കണക്ക് കൂടി ഞാൻ പറയാം. ഇപ്പൊ UK യിലൊക്കെ 100 ആൾ ഇസ്ലാം സ്വീകരിച്ചാൽ അതിൽ 62 ആളുകൾ അവര് സ്ത്രീകളാണെന്നാണ്. ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗോയിങ് റിലീജിയൻ എന്ന് വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്, അപ്പൊ കാണാം ബാക്കി ഡീറ്റെയിൽസ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വെറുതെ തള്ളി പോവല്ല, ഓരോന്നും കൃത്യമായ ഡോക്യുമെന്റ് വെച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്ലാമിലേക്ക് സ്ത്രീകളുടെ വലിയൊരു ട്രെൻഡ് ഉണ്ടാകുമ്പോൾ ഇസ്ലാമിനെ പ്രതിരോധിക്കേണ്ടത് ഈ കച്ചവടം നിലനിർത്താൻ ആവശ്യമാണ്. ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ ഇസ്ലാമിനെതിരെയുള്ള ബിഗ് ഫണ്ടിങ് മീഡിയകൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ ഒരു ഭയത്തിന്റെ, വെറുപ്പിന്റെ പോയിന്റിൽ നിർത്തിയാൽ പിന്നെ ഇസ്ലാമിനെ ആരും പഠിക്കുകയില്ല, മനസ്സിലാക്കുകയില്ല. 27 ആളെ പഹൽഗാമിൽ കൊന്നു തള്ളിയ ടീമാണ് ഇവരെന്നുള്ളൊരു ചിന്ത ഉള്ളിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പല്ലേ, അവര് പിന്നെ പഠിക്കാൻ വരൂല. എന്നാൽ ലോകത്താകെ പഹൽഗാമിൽ 27 ആളെ കൊന്ന വ്യക്തികൾക്ക് നാശമെന്ന് പ്രഖ്യാപിച്ച ഒരൊറ്റ ആചാര്യനേ ഉള്ളൂ, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലഅനല്ലാഹുൽ മുതനത്തഈൻ. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തീവ്രവാദികളെ, അമിതവാദങ്ങളുമായി വരുന്നവരെ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. അതിന് അബ്ദു ഇവിടെ അദ്ദേഹത്തിന്റെ ഇൻട്രോയിൽ ഈ ഒരു വാചകം പറഞ്ഞപ്പോൾ അത് ഇത്തിരി വിശദീകരണത്തിന് അർഹമെന്ന് തോന്നിയത് കൊണ്ട് ഇടപെട്ടതാണ്. ചോദ്യത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇപ്പോ കൊലപാതകം നടത്തുന്ന ഒരാൾ, അയാൾ ഇസ്ലാമിൻ്റെതായ എന്തെങ്കിലും ചില അടയാളങ്ങൾ സ്വീകരിച്ചു, ഇസ്ലാമിൻ്റെതായ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അയാളെ അതിലേക്ക് പ്രചോദിപ്പിച്ചത് ഇസ്ലാമാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റൂല. ഇവിടെ കേരളക്കരയിൽ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും കോപ്പുകൂട്ടുന്ന അതിൻ്റെ സംഘടനകൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ വിവിധ മതങ്ങളിലുണ്ട്. അവർ ചെയ്യുന്ന ഈ തോന്നിയാസങ്ങൾക്കൊന്നും ആ മതത്തിന്റെ പേര് ആക്ഷേപിക്കപ്പെടാറില്ല, അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടേണ്ടതുമില്ല. അവരല്ല, ആ മതമല്ല അവരെ ആ തീവ്രവാദത്തിന് പ്രചോദിപ്പിക്കുന്നത്. ഇപ്പോ കൊലപാതകിയായ ഒരാൾ ഇസ്ലാമിൻ്റെതായ എന്തെങ്കിലും അടയാളങ്ങൾ സ്വീകരിച്ചു, അത് ഇസ്ലാം അയാളെ കൊലപാതകം ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. കൊലപാതകം നടത്തുക എന്നത് ഇസ്ലാം വൻപാപമാണ് എന്ന് നമ്മളൊക്കെ മദ്രസകളിൽ നിന്ന് ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്ന ഒരു ഹദീസ്, സബുൽ മൂബിഖാത്ത്. ആ സബുൽ മൂബിഖാത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിന്മയായി അല്ലെ ശിർക്ക്, അതുപോലെ തന്നെ മാരണം ചെയ്യൽ, കൊലപാതകം ചെയ്യൽ, ഒരാൾ മറ്റൊരാളുടെ ജീവൻ അപഹരിക്കൽ വൻപാപമായി കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രല്ല, ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അന്യായമായി കൊല ചെയ്താൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ന്യായമാണെന്ന് തോന്നിയാൽ കൊല ചെയ്യാം എന്നതിനർത്ഥമല്ല. ഒരു വിശദീകരണം ആവശ്യമാണ്. അതായത് നിങ്ങളൊന്ന് വിരലിലെണ്ണിക്കോ, ഒരു മിനിറ്റ് കൊണ്ട് 11 പോയിന്റ് പറയാൻ പോവാം. 11 പോയിന്റ്. ഈ ആഴ്ചയിൽ ഈ വിഷയമായിരുന്നു ഞാൻ മിമ്പറിൽ ഖുത്ബ പറഞ്ഞത്. ഒന്ന്, ഇസ്ലാം കൃത്യമായി പറഞ്ഞു കൊലയെ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹ്. അള്ളാഹ് കൊല്ലാൻ അനുവദിക്കാത്ത ഒന്നിനെയും നിങ്ങൾ കൊന്നുകൂടാ. 2, ഒരാൾ അഭയം നൽകി കൊണ്ടുപോവാണ്, നിന്നെ ഞാൻ സംരക്ഷിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. ആതിരയെ അഭയം നൽകി കൊണ്ടുപോവാണ് 2 ചെറുപ്പക്കാർ. എന്നിട്ട് ആതിരയെ അവർ തൊട്ട് കഴിഞ്ഞാൽ അവരെ ചതിയന്മാരാണ് എന്ന് തെളിയിക്കുന്ന, അവർ ചതിയന്മാരാണെന്ന് ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ബോധ്യപ്പെടും വിധം അവരുടെ പിന്നിൽ ഒരു കൊടിയുടെ ഒരു ചതിയുടെ അടയാളമായ ഒരു കൊടിയെ പടച്ചവൻ പരലോകത്ത് നിന്ന് സ്ഥാപിക്കും എന്നാണ്. മാത്രല്ല, ഇങ്ങനെ കൊല്ലുന്ന വ്യക്തി അവൻ നരകത്തിൽ സ്ഥിരവാസിയായിരിക്കും എന്നാണ്.
മാത്രമല്ല ഒന്നുകൂടി വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് മിനൽ ഖാസിരീൻ, അവർ നഷ്ടക്കാരാണ് എന്ന്. മാത്രമല്ല മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് എന്നാണ്. ഇനി മാത്രമല്ല, ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ജീവിക്കുന്ന അമുസ്ലിമായ വ്യക്തിയെ ഒരാൾ കൊല്ലുകയാണെങ്കിൽ, അവന്റെ സമ്പത്ത് തട്ടിയെടുക്കുകയാണെങ്കിൽ, അവന്റെ അടുത്ത് നിന്ന് അവന് ഇഷ്ടമില്ലാതെ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ, മൻ ളലമ മുആഹദൻ, ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന മുസ്ലിമായൊരു വ്യക്തിയെ, അമുസ്ലിമായൊരു വ്യക്തിയെ ഒരാൾ ആക്രമിച്ചു, ഔ ഇൻതഖസഹു, അല്ലെങ്കിൽ അവന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും തട്ടിയെടുത്തു, ഔ കല്ലഫഹു ഫൗഖ താഖതിഹി, ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അമിത ജോലി അവനെ ഏൽപ്പിച്ചു, ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബി നഫ്സിൻ, അവന്റെ ഇഷ്ടമല്ലാതെ അവന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് പിടിച്ചു വാങ്ങി, ഇത് ഞങ്ങളുടെ നാടാണ്, മുസ്ലിം നാടാണ്, അതുകൊണ്ട് നീ അടങ്ങി നിന്നോളണം എന്നൊരു ഭാഷ സ്വീകരിച്ചു. ആ വ്യക്തിയോട് പ്രവാചകൻ പറയാണ്, നാളെ പരലോകത്ത് ഈ മനുഷ്യന് വേണ്ടി വക്കീലായി ഹാജരാകുന്നത് ഞാനായിരിക്കുമെന്നാണ്. ഈ പ്രവാചകനെയാണ് പലപ്പോഴും പ്രതി ചേർക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചത്, എന്നാൽ ഇസ്ലാമിൽ കൊല്ലൽ അനുവദിക്കപ്പെട്ട 1-2 ഘട്ടങ്ങളുണ്ട്. അതെപ്പോഴാ? എന്നെ ഒരാൾ കൊന്നു എന്ന് വിചാരിക്കുക. എന്നെ ഒരാൾ കൊന്നാൽ എൻ്റെ ഉപ്പാക്ക് പോയി അയാളെ കൊല്ലാൻ പറ്റുമോ? എൻ്റെ ഉപ്പ അയാളെ പോയി കൊന്ന ഇസ്ലാമിക കോടതി എൻ്റെ ഉപ്പയെയും കൊല്ലും, എന്നെ കൊന്നവനെയും കൊല്ലും. എന്നാൽ അവിടെ കൊല അനുവദിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. അതെപ്പോഴാ? എന്നെ കൊന്ന വ്യക്തിക്കെതിരിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്ത് പ്രതിയായ വ്യക്തിക്ക് അയാളുടെ ഭാഗം പറയാൻ അനുവാദം കൊടുത്തു. അവസാനം തെളിവുകൾ മുഴുവൻ ഹാജരാക്കി ആ വ്യക്തിയെ എന്നെ കൊന്നാൽ കൊന്നവനെ കൊല്ലുക എന്നാണ് നിയമം. അപ്പൊ അത് നടപ്പിലാക്കാൻ ഏൽപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകും, ആരാച്ചാരുണ്ടാകും, അയാൾക്ക് കൊല്ലാം. അതല്ലാതെ സിവിലിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടണിയും കുത്തിനിയും ഒരു പരിപാടി ഇല്ല. അങ്ങനെ ചെയ്താൽ അവൻ ഇനി ഈ വിധിക്കണ ജഡ്ജി, ഇപ്പൊ ഞാനാണ് ജഡ്ജി, ഇവിടെ എക്സ് പറയുന്ന വ്യക്തി ഉണ്ട്, അയാളെ കൊന്ന വ്യക്തി ഇവിടെ വൈ എന്ന് പറയുന്ന വ്യക്തി ഉണ്ട്, ജഡ്ജി പോയിട്ട് കൊല്ലാൻ പറ്റുമോ? പറ്റൂല. ജഡ്ജിക്ക് വിധി പുറപ്പെടുവിക്കുക, കൊല്ലേണ്ടതാരാ? അതിന് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകും, അയാളാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇതാണ് ആ ഒരു വിഷയം. ഞാനൊന്ന് ജസ്റ്റ് ക്ലാരിറ്റി വരുത്തിയാണ് വേഗത്തിൽ ചോദ്യത്തിലേക്ക്. യെസ്, ആരെങ്കിലും ഒരാൾ അന്യായമായി, എന്താണ് ഈ അന്യായമായി? ന്യായമായ കാരണങ്ങളോടെ പറഞ്ഞു, അതല്ലാത്ത കാരണങ്ങളാൽ ഒരാൾ മറ്റൊരാളെ കൊന്നുകഴിഞ്ഞാൽ അയാൾ മുഴുവൻ ജനങ്ങളെയും കൊന്നവനെ പോലെയാണ് എന്നത് വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നിർദ്ദേശങ്ങൾ, കൊലപാതകത്തെ ശക്തമായി വിലക്കിക്കൊണ്ടുള്ള ധാരാളം നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനതാണ്, ഒരാൾ അന്യായമായി മറ്റൊരാളെ കൊലപ്പെടുത്തിയാൽ അയാൾ ലോകത്തെ മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്തിയവനെ പോലെ എന്നതാണ് ചോദ്യം, എന്നതാണ് ആയത്ത്. ചോദ്യം ഇതാണ്, അന്യായമായി ഒരാളെ കൊന്നവൻ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നവനെ പോലെയാണ് എന്ന ആശയത്തിലുള്ള ഖുർആനിക വചനം ഏത് സൂറത്തിലാണ് എന്നതാണ് ചോദ്യം. അറിയുന്ന ആളുകൾക്ക് വേഗം ബസർ അമർത്താം. യെസ്, ഇൻസാഫ് അലി സലീം, വേഗം, ഫാസ്റ്റ്, 11 സെക്കൻഡ്, 10 സെക്കൻഡ്. ഇൻസാഫ് അലി സ്പെഷ്യലായിട്ട് ഓപ്പൺ ആയി കിട്ടുമെന്ന് എനിക്ക് സംശയം, വളരെ ഫാസ്റ്റ് ആണ്. ഇൻസാഫ് അലി ലോക്ക് ചെയ്തിരിക്കുന്നു. ഇൻസാഫ് അലി ലോക്ക് ചെയ്ത ഉത്തരം ശരിയാണോ നോക്കാം. ഇൻസാഫ് അലിയുടെ ഉത്തരം തെറ്റാണ്. ഇൻസാഫ് അലി പതിയെ തിന്നാൽ ഈ കാരണന്മാരൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇതിന്റെ മറുപടി കിട്ടിയില്ല പറഞ്ഞ ക്ഷീണട്ടോ. പതിയെ തിന്നാ മുള്ളും തിന്നാന്നാണ് ഇവിടെ പാലക്കാട്ടത്ത്, ഞങ്ങളെ അവിടുത്തെ റിവായത്ത് പതിയെ തിന്നാൽ പനയും തിന്നാന്നാണ്. അപ്പോ ഇൻസാഫ് അലിക്ക് നമ്മള് ഒരു ഗുഡ് ഡയറക്ഷൻ കൊടുക്കണേ. സ്പീഡ് ഈസ് നല്ലത്, പക്ഷേ തെറ്റ് ഈസ് നോട്ട് നല്ലത്, അത്രേ ഉള്ളൂ. സൂറത്തു മാഇദയിലെ 32ാമത്തെ വചനമാണ് ഇത്. من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا എന്നതാണ്. യെസ്, എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരാളെ കൊന്നാൽ ഭൂമിയിലെ 800 വ്യക്തികളെ കൊന്നവനെ പോലെയാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ലോകത്ത് വേറെ ഏത് ദർശനമാണ് സുഹൃത്തുക്കളെ മുന്നോട്ട് വെക്കുന്നത്? ഒരു ദർശനം ആരെയും കൊല്ലണം എന്നൊന്നും പറയണില്ല. പക്ഷെ ഇത്രയും ശക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു മതത്തെ, ആ മതത്തിന്റെ വേഷവും ഭാഷയും സ്വീകരിച്ച് ഏതെങ്കിലും അവിവേകികൾ വന്ന് എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പേരിൽ എല്ലാവരെയും പ്രതികളാക്കുന്ന, സംശയമുനയിൽ നിർത്തുന്ന മീഡിയ അജണ്ടയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനി ഈ വചനത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. ആതിരയുടെ കൈ പിടിച്ച് ആതിരയുടെ കുഞ്ഞുങ്ങളെ തോളിലേക്ക് എടുത്തിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെയും ഭാര്യയെയും ഉപ്പയെയും ഉമ്മയെയും മറന്ന് ആ പഹൽഗാമിലെ ആ പുൽത്തകിടികളിൽ നിന്ന് അവരെ രക്ഷിച്ച ആ മനുഷ്യരിൽ അവർക്ക് കിട്ടുന്ന പുണ്യം എന്താ അറിയോ?
ഒരാളെ രക്ഷിച്ചാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ച പുണ്യാണെന്ന്. അതാണ് അവരെ പ്രേരിപ്പിച്ചത്. അതാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത്. ആ പുണ്യമാണ് അവരെ അതിലേക്ക് യഥാർത്ഥത്തിൽ വഴി നടത്തിയത്. ജാതി മതം നോക്കാതെ ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ പ്രചോദിപ്പിച്ച ഘടകം അതാണ് നമുക്ക് തീർച്ചയായും പറയാം. യെസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ, ഓരോന്നിലും നമുക്ക് ഒട്ടനവധി മാതൃകകൾ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വന്ന്, പള്ളി ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകം വൃത്തിയാക്കിയ സ്ഥലമാണ്, അവിടെ വന്ന് ഒരു ഗ്രാമീണനായ ഒരു അറബി, അദ്ദേഹത്തിന് ഇത് പള്ളിയാണ്, ഇതിന്റെ മഹത്വമൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അയാൾ അവിടെ വന്ന് പള്ളിയിൽ വെച്ച് മൂത്രമൊഴിച്ചു. മൂത്രമൊഴിച്ച അയാൾക്ക് നേരെ മൂത്രമൊഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ആളുകൾ ചെന്ന് ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദമുണ്ടാക്കിയവരെ തടഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് മൂത്രമൊഴിക്കൽ പൂർണ്ണമാക്കാൻ അനുവാദം കൊടുത്തു. എന്നിട്ട് അവിടെ വൃത്തിയാക്കാൻ അയാളോടല്ല പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ കൂടിയിട്ടുള്ള സഹാബത്തിനോട് പറഞ്ഞു അവിടെ വൃത്തിയാക്കണം എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അയാൾ അടുത്ത് വിളിച്ചു പറഞ്ഞു കൊടുത്തു, ഇത് ആരാധനകൾ നടക്കുന്ന സ്ഥലമാണ്, ഇത് വൃത്തിയിൽ സൂക്ഷിക്കുന്ന സ്ഥലമാണ്, ഇതങ്ങനെ മൂത്രയിക്കാൻ പറ്റിയ സ്ഥലമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് വളരെ മനോഹരമായി ഉപദേശം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ അനുവാദം ചോദിച്ചത് എനിക്ക് വ്യഭിചരിക്കണം എന്നാണ്, എനിക്ക് തോന്നിയാസം ചെയ്യണം എന്നാണ്. ആ തോന്നിയാസം ചെയ്യണമെന്ന് അനുവാദം ചോദിച്ച ആളുടെ നേരെ അവിടെയുള്ള ആളുകൾ ആക്രോശിച്ച് നടന്നടുത്തപ്പോൾ അദ്ദേഹത്തെ ദേഷ്യം പിടിച്ച് അദ്ദേഹത്തോട് ചൂടായി അരികിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നവരെ തടഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു, സംസാരിച്ചു. അതായത് നമുക്ക് ഇത് ടാലിയായി പോകാത്തത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പരിചയപ്പെടുത്തുന്ന പ്രവാചകൻ എന്ന് പറയുന്നത് ആളുകളെ കൊല്ലാനും വെട്ടാനും നശിപ്പിക്കാനും ഒക്കെ നിൽക്കുന്ന ഒരാളാണ്. എന്നാൽ ചരിത്രത്തിൽ ഒരിക്കലും ഒരു LKG കുട്ടി അല്ല പള്ളിയിൽ വന്ന് മൂത്രമൊഴിച്ചത്, ഒരു പൂർണ്ണ മനുഷ്യൻ. എന്നിട്ട് പ്രവാചകൻ ഒരു ബക്കറ്റ് വെള്ളം അവിടെ കൊണ്ടുപോയി ഒഴിക്കുന്ന അയാളോടല്ല പറയണേ, അയാളെ നേരെ ചീറിയെടുത്ത മനുഷ്യരെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ കൊണ്ടുപോയി വെള്ളം ഒഴിക്ക് എന്ന് പറഞ്ഞു. ഇനി മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുജൂദിൽ നിന്ന് പൊങ്ങുന്നില്ല. സുജൂദ് എന്ന് പറഞ്ഞാൽ നെറ്റിയൊക്കെ താഴെ വെച്ച് കൈ വെച്ച് ഇരിക്കുന്ന രൂപത്തിനാണ് സുജൂദ് എന്ന് പറയാം. ആ സുജൂദിൽ നിന്ന് എണീക്കാതിരുന്നപ്പോൾ, കുറേ നേരമായിട്ട് എണീക്കാതിരുന്നപ്പോൾ ഒരു സഹാബി ഇങ്ങനെ തല പൊന്തിച്ചു നോക്കി. അപ്പോൾ പ്രവാചകന്റെ തോളിൽ മുതുകിൽ കയറി അദ്ദേഹത്തിന്റെ പേരക്കുട്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ നേരെ തല വെച്ചു. ബാക്കി സ്വഹാബിമാർക്കൊന്നും അറിയില്ല എന്താ സംഭവിക്കണതെന്ന്. നിസ്കാരം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിച്ചു, നബിയെ എന്ത് നബിയെ സംഭവിച്ചേ, എന്താ സംഭവിച്ചേ, അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇതാണോ അതാണോ, കുറേ റീസണുകൾ ചോദിച്ചു, കുറേ കാരണങ്ങൾ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു അതൊന്നുമല്ല, എൻ്റെ പേരക്കുട്ടി വന്ന് എൻ്റെ തോളിൽ അവിടെ ഇരുന്നു, അവൻ ഇർത്തഹലനി, എൻ്റെ തോളിൽ കയറി അവൻ വണ്ടിക്കളി കളിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവൻ കുറച്ച് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഇത്രയും ക്ഷമാപൂർവം ഓരോന്നിനെയും കൈകാര്യം ചെയ്യുന്ന പ്രവാചകനെയാണ് പലപ്പോഴും ആളുകൾ ഇത്തരമൊരു വ്യാഖ്യാനത്തിലൂടെ ആക്രമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ പെയിനാണ് തോന്നുക, ഭയങ്കര വേദനയാണ് തോന്നുക. അപ്പം അതുകൊണ്ട് അത്രയും വലിയ സ്വഭാവ പെരുമാറ്റങ്ങൾ പഠിപ്പിച്ച ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവത്തിലെ ഒരു പരാമർശമാണ് ചോദ്യത്തിന്റെ മർമ്മം. യെസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ അവരെന്തെങ്കിലുമൊക്കെ ഗൗരവകരമായ തെറ്റ് ചെയ്യുമ്പോൾ അത് മറ്റൊരു വ്യക്തിയെ, ശരീരത്തെയോ അല്ലെങ്കിൽ അയാളുടെ മനസ്സിനെയോ വേദനിപ്പിക്കുന്ന രൂപത്തിൽ, പ്രത്യേകിച്ച് ശരീരത്തെ അധിക്ഷേപിക്കുന്ന, നമ്മുടെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ബോഡി ഷെയ്മിങ് നടത്തുന്ന അത്തരം പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു നിലക്കും അത് അനുവദിച്ചിട്ടില്ല. വളരെ ശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തിരുത്തിയ ഒരു സംഭവം, ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കറുത്ത മനുഷ്യനാണ്, അദ്ദേഹം അടിമയായ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു കറുപ്പിനെ ആക്ഷേപിച്ചുകൊണ്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അദ്ദേഹത്തെ ആക്ഷേപിച്ച് കറുത്തവളുടെ മകനെ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി ഈ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ തിരുത്തിക്കൊണ്ട് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. ചോദ്യം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് തിരുത്തി ഉപദേശിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞ വാചകം എന്താണ് എന്നതാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷനുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസർ അമർത്താം. ആദ്യം ബസർ അമർത്തിയ ആൾക്കാണ് അതിൻ്റെ ഉത്തരം അടയാളപ്പെടുത്താനുള്ള അവസരം ഉണ്ടാവുക. ഓപ്ഷൻസ് കൊടുക്കട്ടെ? യെസ്. നീ ക്ഷമ ചോദിക്കണം, നീ നാവിന് അൽ അമീൻ. യെസ്, ഓക്കെ, വേഗം വരാം. അൽ അമീൻ, യെസ്.
യെസ്, അല്ലമീൻ ലോക്ക് ചെയ്തിരിക്കുന്നു. ബി ആണ് ലോക്ക് ചെയ്തത്. ശരിയാണാവോ നോക്കാം. ബി പൊതുവെ ശരിയാകാനാ സാധ്യത. യെസ്, അല്ലമീന്റെ ഉത്തരം കറക്റ്റ് ആണ്. അതെ. നീ ജാഹിലിയത്തിന്റെ തിന്മ ഉള്ളിൽ ബാക്കിയാക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അല്ലേ? ഇനി ലീഡർ ബോർഡ് ചെക്ക് ചെയ്യണോ? ലീഡർ ബോർഡ് നോക്കാം. ഓക്കെ, ആരാണിപ്പോ മുന്നിൽ എന്ന് പരിശോധിക്കാം. അൽ അമീൻ യെസ് 20 പോയിന്റുമായി മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇൻസാഫിന് പോയിന്റ് ഉണ്ടായിരുന്നു, കിട്ടിയിരുന്നു. പക്ഷെ ഒരു ചോദ്യത്തിന് ഉത്തരം തെറ്റിച്ചപ്പോ അത് മൈനസ് വന്നു. തെറ്റിയ മൈനസ്. അൽ അമീൻ യെസിന് പോയിന്റ് ഉണ്ട്. ഓക്കെ, അല്ലമീനാണ് ഇപ്പൊ മുന്നിൽ. യെസ്, അൽ അമീൻ തെറ്റിക്കാതെ അടുത്തയിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. ശരി ശരി. അടുത്ത ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമകളോട് ഏറ്റവും നന്നായി പെരുമാറണം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അടിമത്തം ഉണ്ടായിരുന്നു. ആ അടിമത്തം ഉണ്ടായതിനെ ഇക്കാലത്തും വളരെ തെറ്റായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അടിമത്തത്തെ മോശമായി സംസാരിക്കാറുണ്ട്. പക്ഷേ അടിമകളോട് എങ്ങനെ പെരുമാറണം എന്നതിന് ഇന്ന് ലോകത്ത് അടിമത്തം വ്യാപകമായില്ല, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. അടിമകൾ ഉണ്ടായിരുന്ന കാലത്ത് എങ്ങനെയാണ് അടിമകളോടുള്ള പെരുമാറ്റം ഉണ്ടാകേണ്ടത്, അതിൻ്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെക്കാൾ എത്രയോ മനോഹരമായ നിയമങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമകളോടുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ച നിർദ്ദേശം. അത് ഇതിനേക്കാൾ സമ്പൂർണ്ണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമകളെ പറ്റി പറഞ്ഞത്, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, നിങ്ങളോടൊപ്പം അവരെ സഹോദരന്മാരായി കാണണം, അവർക്ക് അധികമായി എന്തെങ്കിലും ജോലി കൊടുത്താൽ ആ ജോലിയിൽ അവരെ സഹായിക്കണം. അങ്ങനെ തുടങ്ങി ധാരാളം അടിമകളെ പരിചരിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന ധാരാളം നിർദ്ദേശങ്ങൾ ഇസ്ലാമിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമകളെ പറ്റിയുള്ള ഗൗരവകരമായ താക്കീത് കേട്ട ഒരു സഹാബി, അദ്ദേഹത്തിന് ഈ പെരുമാറ്റത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്, എങ്ങനെയാണ് പെരുമാറേണ്ടതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കൽ തൻ്റെ അടിമ കുറച്ച് ആടുകളെ നോക്കാൻ ഏൽപ്പിച്ച് ആടുകളിൽ ഒരാടിനെ അടിമ നഷ്ടപ്പെടുത്തി. അപ്പം അത് അടിമയുടെ ഭാഗത്തു നിന്നൊരു വീഴ്ചയാണ്. അന്നത്തെ കാലത്ത് അടിമകളോട് വളരെ മോശമായിട്ടാണ് ആളുകൾ പെരുമാറിയിരുന്നത്. അവരും മോശമായി പെരുമാറിയിരുന്ന ആളുകളാണ്. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന ഉടനെ ഉണ്ടായ ഒരു സംഭവമാണ്. ഈ വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യ സമയത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. ഇദ്ദേഹത്തിന് ഈ ഒരു ദേഷ്യം സഹിക്കാൻ കഴിയാതെ ഈ എണ്ണം ചോദിച്ചു, എണ്ണം കുറഞ്ഞത് കണ്ടു. അപ്പൊ പെട്ടെന്ന് ദേഷ്യം വന്നു. അറിയാതെ ആ ഒരു ദേഷ്യത്തിൽ തൻ്റെ അടിമയെ അടിച്ചുപോയി. പക്ഷെ അടിച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമകളെ കുറിച്ച് പറഞ്ഞ ഗൗരവകരമായ താക്കീതുകൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഞാൻ ചെയ്തത് വലിയ ഒരു തെറ്റായി പോയി എന്ന തോന്നലിലാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ചെല്ലണത്. ഈ അടിമകളുമായി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അന്ന് എല്ലായിടത്തും അടിമത്തമുണ്ട്. ഇസ്ലാം എല്ലാറ്റിൻ്റെയും പ്രായശ്ചിത്തം നിശ്ചയിച്ചത് അടിമമോചനാണ്. പല കാര്യങ്ങളുടെയും പ്രായശ്ചിത്തം നിശ്ചയിച്ചത്. അടിമകളെയും കൊണ്ടുവരുമ്പോൾ പ്രവാചകൻ മുന്നിൽ നിന്ന് പറഞ്ഞു, സ്തൗസൗ ബിൽ അസാരി ഖൈറ, നിങ്ങൾ അടിമകളോട് മാന്യമായി പെരുമാറണം. കാരണം ഈ അടിമകളായി പിടിച്ചു കൊണ്ടുവരപ്പെടുന്ന പലരും മക്കത്തുനിന്ന് ഇവരെ പഞ്ഞിക്കിട്ട ആൾക്കാരാണ്, ക്രൂരമായി ദ്രോഹിച്ചവരാണ്. അപ്പം തിരിച്ചെന്തെങ്കിലും ചെയ്യുമോ എന്ന് വിചാരിച്ചുകൊണ്ട്. പക്ഷേ സഹാബികൾ ചെയ്തത് എന്താണെന്നറിയോ? പ്രവാചകൻ്റെ അനുയായികൾ ചെയ്തത് ഈ അടിമകളെ നടത്തിക്കൊണ്ടിരുന്ന അടിമകളെ നേരെ ഒട്ടകപ്പുറത്ത് കയറ്റി അവരെ ഗസ്റ്റുകളാക്കി മദീനയിലേക്ക് കൊണ്ടുവന്നു. അതാണ് ചരിത്രം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എത്രയോ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. യുദ്ധത്തടവുകാരെ ഗസ്റ്റുകളെ പോലെ കൊണ്ടുവന്ന ഒരു ചരിത്രം അത് ഇസ്ലാമിക ചരിത്രത്തിലല്ലാതെ വേറെ എവിടെയും പൊതുവെ നമ്മളാരും കണ്ടിട്ടില്ല. ക്രൂരമായി ഗാണ്ടാനാമോ തടവറകളിലൊക്കെ കൈകാര്യം ചെയ്യപ്പെടുന്ന രീതിയൊക്കെ നമുക്കറിയാം. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ ഈ ചോദ്യത്തിൻ്റെ മർമ്മത്തിലേക്ക് വരുന്നു. ചോദ്യം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയുടെ വിഷയത്തിൽ ഇങ്ങനെ ആ ഉപദേശം കേട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ വേദന തോന്നി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഇവൾ വിശ്വാസിയാണെങ്കിൽ, ഈ അടിമ വിശ്വാസിയാണെങ്കിൽ ഞാൻ അവളെ മോചിപ്പിക്കാൻ ഒരുക്കമാണ്. വിശ്വാസി അല്ലെങ്കിൽ ഞാൻ അവളെ മോചിപ്പിക്കുന്നില്ല, വിശ്വാസിയാണെങ്കിൽ ഞാൻ അവളെ മോചിപ്പിക്കാൻ ഒരുക്കാണ് എന്ന് പറഞ്ഞു. ഇതിന്റെ പ്രായശ്ചിത്തമാണ്, ഞാൻ അടിച്ചു പോയതിന്റെ സങ്കടമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിശ്വാസം പരിശോധിക്കാൻ വേണ്ടി ഒരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് കൃത്യമായി അവർ ഉത്തരം പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ അപ്പുറത്താണ്, അല്ലാഹു സമാഇലാണ്, ഉപരിയിലാണ് എന്നതാണ് അവർ പറഞ്ഞ ഉത്തരം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. അവൻ പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള ഒരു വസ്തുവല്ല. അതുകൊണ്ട് തന്നെ
അള്ളാഹു ഉണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാമോ എന്നൊരാൾ ചോദ്യം ചോദിച്ചാൽ ശാസ്ത്രീയമായി അള്ളാഹു ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റൂല എന്നാണ് നമ്മളെ മറുപടി. അതെന്താ, അള്ളാഹു ഇല്ല എന്നാണോ അതിനർത്ഥം? അല്ല, അള്ളാഹു എന്നത് പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുള്ള ഒന്നാണ്. പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുള്ള ഒന്ന്, മെറ്റീരിയൽ വേൾഡിന്റെ അപ്പുറത്തുള്ള ഒന്നിന് മെറ്റീരിയൽ വേൾഡിന്റെ ഉള്ളിലെ ഉള്ളതിനെ മാത്രം പരിശോധിക്കാവുന്ന ശാസ്ത്രം കൊണ്ട് പരിശോധിക്കാൻ കഴിയൂല എന്നതാണ് അതിന്റെ ഉത്തരം. പ്രപഞ്ചത്തിന്റെ ഉപരിയിൽ ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ഈ ഭൂമിയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്, പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബാണ്. ആ റബ്ബിന് മാത്രമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ആരാധനകൾക്ക് യഥാർത്ഥത്തിൽ അർഹതയുള്ളത്. ഇവിടെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഈ സംഭാഷണം നടത്തിയ, ഈ അടിമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തൻ്റെ അടിമയെ മോചിപ്പിക്കാൻ തീരുമാനിച്ച സഹാബി ആരാണ് എന്നതാണ് ചോദ്യം. ബസർ അമർത്താം. ആദ്യം ബസർ അമർത്തുന്നയാൾക്ക് ഉത്തരത്തിന് അവസരം. യെസ്, ആരാണ്? അത് നേരത്തെ അത് പറഞ്ഞില്ലേ, മൈനസ് മാർക്ക് ഉണ്ട് എന്ന്. അതാണ് പാളിയത്. ആണല്ലേ? മൈനസ് മാർക്ക്. പതിയെ തിന്നാലാണ് പന തിന്ന, പതിയെ തീരെ തിന്നിട്ടില്ലേ പട്ടിണിയാവും. മറ്റേ പനയെങ്കിലും തിന്ന. ഇതിപ്പോ ആരും നിക്കണില്ലല്ലോ. കാണില്ലേ? അയ്യോ, അത് കാണില്ല. അത് പിന്നെ ടൈം കഴിഞ്ഞല്ലോ. തന്റെ കഴിഞ്ഞോ? ടൈം കഴിഞ്ഞു അല്ലേ? ബസറ മർത്താല ടൈം കഴിഞ്ഞില്ലേ? 15 സെക്കൻഡ് കഴിഞ്ഞില്ലേ? തന്റെ അടിമയെ വേദനിപ്പിച്ചതിനാൽ സാജിദ് അബ്ദുള്ള, സാജിദ് അബ്ദുള്ള വരും. ഇൻസാഫിനെ അവിടെ നമ്മളൊരു ഇൻസാഫ് കാണിക്കണം കേട്ടോ. നിങ്ങൾ പറയാത്ത അത് കാണില്ലെങ്കിൽ പറയണ്ടേ? ഓപ്ഷൻ എ ആണ് ലോക്ക് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ലോക്ക് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ എ ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ സുവൈദ് ബിൻ മുഖറിൻ എന്നതാണ് അദ്ദേഹം. ഉത്തരം തെറ്റാണ്. സാറില്ല, ആർക്കെങ്കിലും പറയാൻ പറ്റും? ഓഡിയൻസ്, ഓഡിയൻസ്, ഓഡിയൻസ്. കാണിച്ചു ഉത്തരം കാണിച്ചു. ശരി ഉത്തരം മുആവിയ ബിൻ അൽ ഹക്കം അസ്-സുലമി റളിയല്ലാഹു തആല അൻഹു എന്നതാണ് അതിന്റെ ശരിയായ ഉത്തരം. അപ്പോ ലീഡർ ബോർഡ് നമുക്ക് ഒരിക്കൽ കൂടി വേഗം നോക്കാം. ലീഡർ ബോർഡ് നോക്കി നമുക്ക് തിരിച്ചു വരാം. അമീൻ എസ് 20 പോയിന്റുമായി മുന്നിൽ നിൽക്കുകയാണ്. ബാക്കിയുള്ള ആളുകൾ പോയിന്റ് നേടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യങ്ങളിൽ അവർക്ക് പോയിന്റ് നേടാൻ കഴിയട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമുണ്ട്. ഇവിടെ ജനങ്ങളെ, സ്ത്രീകൾക്ക് നിങ്ങളോടുള്ളതുപോലെ നിങ്ങൾക്ക് അവരോടും ചില ബാധ്യതകളുണ്ട്. അവരുടെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നിടത്തോളം കാലം അവർക്ക് സംതൃപ്തിയോടുകൂടി ഭക്ഷണവും വസ്ത്രവും കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ അവരോട് നല്ല നിലയിൽ പെരുമാറുകയും സ്നേഹശീലരായിരിക്കുകയും വേണം എന്ന് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വളരെ പ്രസിദ്ധമായ ചില മനുഷ്യാവകാശ പ്രഖ്യാപനമുണ്ട്. ജനങ്ങളെ, നിങ്ങളുടെ രക്തവും ധനവും അഭിമാനവും അന്ത്യനാൾ വരെയും പവിത്രമാണ്. അത് ഈ മാസത്തിന്റെ, ഈ ദിവസത്തിന്റെ, ഈ നാടിന്റെ പവിത്രത എത്രമാത്രമാണോ അത്ര തന്നെ നിങ്ങളുടെ ജീവനും സ്വത്തും പവിത്രമായിരിക്കും. അതിനാൽ ജീവനും സ്വത്തിനുമേൽ നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും അതിക്രമം കാണിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഗൗരവമായി നിങ്ങളോട് താക്കീത് ചെയ്തിട്ടുണ്ട്, അത് ചോദ്യം ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. നിങ്ങളുടെ കൈവശം എന്തെങ്കിലുമൊക്കെ മുതലുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം അവകാശികൾക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് ഹജ്ജ് വേളയിലാണ്. ഇത് ലോകത്തെ അറിയപ്പെട്ട മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നതിന്റെ മുമ്പ് 1948 ഡിസംബർ 10 പാരീസിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭ നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ എത്രയോ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന ഈ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം, അത് ലോകത്ത് തന്നെ ഒന്നാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയാവുന്ന ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ഏത് വർഷമാണ് എന്നതാണ് ചോദ്യം. ഏത് വർഷമാണ് എന്നതിന് പിന്നെ ഓപ്ഷൻസ് നിങ്ങൾ കാണുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അത് ഹിജറ വർഷവും അതുപോലെ തന്നെ ഹിജറ 9-ാം വർഷം AD 632 മാർച്ച്, ഹിജറ 10-ാം വർഷം AD 639 ഡിസംബർ 12, ഹിജറ 22-ാം വർഷം AD 643 ഒക്ടോബർ 30. ഇൻസാഫ് അലി സലീം വൺസ്. വേഗം വരാം. 11 സെക്കൻഡ്, 10 സെക്കൻഡ്, 9 സെക്കൻഡ്. സ്പീഡപ്പ്, സ്പീഡപ്പ്, സ്പീഡപ്പ്.
ടൈം മൂന്ന് ഓ സെക്കൻഡ് ഓ ഓ ഓ ടൈം ഔട്ട്. ഇവനെ ഇടിക്കൂട്ട് കയറ്റും ഞാൻ. ഓക്കെ, ശരി ഉത്തരം ഇപ്പോ ആർക്കെങ്കിലും സദസ്സെന്ന് പറയാൻ ഇപ്പൊ അവസരമുണ്ട്. ഹിജറ 9-ാം വർഷമാണോ, ഹിജറ 22-ാം വർഷമാണോ, ഹിജറ 10-ാം വർഷമാണോ? പറഞ്ഞോളൂ. ഓപ്ഷൻ എ ഹിജറ 9 എന്നതാണ് ശരി ഉത്തരം അല്ലെ? അതാണോ ഉത്തരം? ശരി, നമുക്ക് കമ്പ്യൂട്ടറിനോട് ചോദിക്കാം. ഹിജറ 9-ാം വർഷമാണോ ശരി ഉത്തരം? യെസ്, ഹിജറ 9-ാം വർഷം AD 632 മാർച്ച് 7 എന്നതാണ് ശരി ഉത്തരം. ശരിയായ ഉത്തരമാണ് ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന്. പേരെന്താ? മണികണ്ഠൻ. യെസ്, ആ പ്രൊമോഷൻ ഡെസ്ക് മണികണ്ഠേട്ടനുള്ള സമ്മാനം ഇപ്പൊ തന്നെ സ്പോട്ടിൽ ഒന്ന് സ്പീഡാക്കോ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മണികണ്ഠേട്ടൻ ഇങ്ങോട്ട് വന്നോളൂ. നിങ്ങളെ ഫ്രണ്ടും വരും. രണ്ടാളും വരും. ഇല്ല നിങ്ങൾ വരും. വന്നോളൂ. 2 പീസ് എടുത്തോളൂ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അബ്ദു, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സമ്മാനം വരുന്ന മുറക്ക് നമുക്ക് അവർക്ക് കൊടുക്കാം, ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരാള് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ചെയ്ത എല്ലാ നന്മകളും നിരാകരിച്ചുകൊണ്ട് അയാളെ തിരുത്തുക എന്നൊരു ശൈലി പല ആളുകൾക്കിടയിലും ഉണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ നന്മ ഉപദേശിച്ചതിൻ്റെ ഒരു മനോഹരമായ ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള എന്ന പേരുള്ള ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം, അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്, അദ്ദേഹം രാത്രി നിസ്കാരം കൂടി നിർവഹിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒരാളോട് നീ രാത്രി നിസ്കാരം നിർവഹിക്കണില്ല, നീ അതുകൂടി നിർവഹിച്ചോ എന്ന് പറയണതിന് പകരം ആളുകൾക്കിടയിൽ അദ്ദേഹത്തോട് പറഞ്ഞത് അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്, അയാൾ രാത്രി നിസ്കാരം കൂടി നിർവഹിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ഈ ഉപദേശം അദ്ദേഹത്തിന് മനസ്സിൽ വല്ലാത്ത ഇഷ്ടമുണ്ടാക്കി. അതുകൊണ്ട് ആ അബ്ദുള്ള പറഞ്ഞത്, ഞാൻ പിന്നീട് മരണം വരെ രാത്രി നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പുണ്യകരമായി പഠിപ്പിച്ച ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ, ആരാധനകൾ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യകരമായ ഒരു നിസ്കാരമായിട്ട് പഠിപ്പിച്ചത് രാത്രി നിസ്കാരമാണ്. സമ്മാനം കൊടുത്തിട്ട് ആണോ? ഓക്കെ, അപ്പോ ഈ അബ്ദുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ അബ്ദുള്ള ആരാണ് എന്നതാണ് ചോദ്യം. ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദര ഉപദേശം കേട്ട് മരണം വരെ രാത്രി നിസ്കാരം മുന്നോട്ട് കൊണ്ടുപോയി ഈ അബ്ദുള്ള ആരാണ്? യെസ്, ബസർ അമർത്താം. ശരി ഉത്തരം അടയാളപ്പെടുത്താനുള്ള സമയമായി. അബ്ദുള്ള. യെസ്, ആഷിഖ് പറളി വേഗം വരിക. 10 സെക്കൻഡ്. ഓപ്ഷൻ ബി ശരി ഉത്തരമാണോ എന്ന് നോക്കാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നതാണ് അദ്ദേഹം ശരി ഉത്തരമായി അടയാളപ്പെടുത്തിയത്. ശരിയാണ്. അദ്ദേഹവും നമ്മുടെ ഒരു പോയിന്റ് എന്താ പറയുക ടാബിളിലേക്ക് കയറിയിരിക്കുകയാണ്. മണികണ്ഠേട്ടനും ഫ്രണ്ടിനുള്ള സമ്മാന ദാനമാണ്. കമോൺ, വരൂ, ഇങ്ങോട്ട് വരൂ, രണ്ടാളും വരൂ. അപ്പൊ ഓഡിയൻസിന് അത്രയും പരിഗണന ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ പലരും ഉത്തരം ശരിയാക്കി. അവർക്കല്ല, ഫസ്റ്റ് നമ്മൾ ഓഡിയൻസിനാണ് ഗിഫ്റ്റ് കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും തന്നോട് ഇത്രയധികം ആക്രമണം ചെയ്ത, തന്നെ ഉപദ്രവിച്ച ആളുകളോടൊരു പ്രതികാരം ചെയ്യണം എന്നൊരു ചിന്ത യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിലേക്ക്, മക്കം ജയിച്ചടക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരിക. ആ തിരിച്ചു വരുന്ന സമയത്ത് ഇത് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ്, അൽ യൗമ യൗമുൽ മൽഹമ, ഇത് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ് എന്ന് ഒരു സഹാബി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ഇന്ന് പ്രതികാരം ചെയ്യുന്ന ദിവസമാണെന്ന് പറഞ്ഞത് തെറ്റാണ്, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരുത്തി. ഇവിടെ നമ്മൾ വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ് പറയാണ്. പലപ്പോഴും ഫാസിസ്റ്റുകൾ വളരെ ക്രൂരവും മോശവുമായ പല പ്രതികരണങ്ങളും നടത്തുന്നുണ്ടാകും. എന്നാൽ ഇസ്ലാമികമായി അതിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പെർമിഷൻ ഇല്ല, അനുവാദമില്ല എന്നതിൻ്റെ ചരിത്രത്തിലൊരു നിമിഷമാണിത്. 13 കൊല്ലം പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും ഇഞ്ചിഞ്ചായി കൊന്നു. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ മുന്നിലിട്ട് കഴുത്ത് വെട്ടിക്കൊന്നു. പ്രവാചകന്റെ അനുയായികളിൽപ്പെട്ട പലരെയും ഇല്ലാതെയാക്കി.
ഒക്കെ ക്ഷമിച്ചു നിന്നിട്ട് ഒരു മുട്ടു സൂചി കൊണ്ട് പോലും പ്രതികരിക്കാത്ത പ്രവാചകനെ അവസാനം നാട്ടിൽ നിന്ന് നാട് കടത്തി. അതെല്ലാം കഴിഞ്ഞ് 10 വർഷം മദീനത്ത് ജീവിച്ച് തിരിച്ചു വരുമ്പോൾ തങ്ങളോട് അക്രമം ചെയ്ത മനുഷ്യരെ മുന്നിൽ കണ്ടപ്പോൾ പറഞ്ഞതാണ്, ഇന്ന് അറച്ചുകൊണ്ട് കളിക്കുന്ന ദിവസമാണ്. അപ്പൊ പ്രവാചകന്റെ ശബ്ദം ഉയരാണ്, സഅദിന്റെ വാക്ക് തെറ്റാണ്. എന്നിട്ട് സർവ്വസൈദ്യാനുപനായ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ പതാക ഇങ്ങോട്ട് വാങ്ങിയിട്ട് പ്രവാചകൻ എന്താ ചെയ്തെന്നറിയോ? പിന്നിൽ അദ്ദേഹത്തിന്റെ മോനുണ്ട്, മോന് കൊടുത്തു. വലിയ പ്രമുഖനായ സ്വഹാബിയാണ്. അദ്ദേഹത്തെ പ്രവാചകൻ സ്ഥാനഭ്രഷ്ടനാക്കി. എന്നിട്ട് അവിടെ പ്രവാചകൻ മനോഹരമായ മറ്റൊരു ഇടപെടൽ നടത്തി. നിങ്ങളോട് വിയോജിപ്പ് കുടുംബപരമല്ല, വ്യക്തിപരമല്ല, ഈ വിഷയത്തിലാണ്, അതുകൊണ്ടാണ് നിങ്ങളെ മോന് കൊടുക്കുന്നത്. മോന് കൊടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ആളുകളെ പ്രകോപിപ്പിക്കുന്ന മുദ്രാവാക്യം എന്താ, നിന്റെ വീട്ടിൽ മരിക്കാനുള്ളതൊക്കെ ഒരുക്കി വെച്ചോ, ഞങ്ങളാണ് വരുന്നുണ്ട് എന്നുള്ള ടൈപ്പ് ഡയലോഗ് അടിച്ചിട്ട് ആ ഡയലോഗുകൾ പിന്നീട് ഹിന്ദി ഹേർട്ട്ലാൻഡിൽ നമ്മൾ മലബാറിൽ സുരക്ഷിതരല്ലെന്ന ക്യാമ്പയിനു വേണ്ടി ഫാസിസ്റ്റുകൾക്ക് ഇത്തരം ഫോട്ടോകളും ക്യാപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നവർ, അവരുമായി യാതൊരുവിധ ബന്ധവും നമുക്കില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഒറ്റൊന്നുള്ളൂ, ഇസ്ലാമിക ചരിത്രം അതിന് അംഗീകാരം കൊടുക്കണില്ല. അവിടെ കുമ്പിട്ട് നിന്ന് കൊടുക്കലല്ല, ഫാസിസ്റ്റുകൾക്ക് കുനിഞ്ഞു കൊടുക്കലല്ല, മറിച്ചോ ഈ രാജ്യം സ്വതന്ത്രമായി വന്നൊരു രീതിയുണ്ട്. ആ രീതി എന്താ? എല്ലാവരും ഒന്നിച്ചൊരുമിച്ച് പോയിട്ട് ഈ രാജ്യത്തെ ഒരു പ്രശ്നവും ഇവിടെ പിന്നെ വഖഫിന്റെ വിഷയം വന്നു, ഒരു വിഷയവും യഥാർത്ഥത്തിൽ സഹോദരന്മാരെ മുസ്ലിങ്ങളുടെ മാത്രം വിഷയമല്ല. ഈ രാജ്യത്ത് പൊതുമുതലുകൾ വിൽക്കപ്പെടുന്നു. ഈ രാജ്യത്ത് എല്ലാ ഇൻഡെക്സുകളിലും പട്ടിണിയിൽ ബംഗ്ലാദേശിനോളം താഴോട്ട് ഇന്ത്യ വീഴുന്നു. കുട്ടികളുടെ മരണം, അതിൽ പാകിസ്ഥാനോളം താഴോട്ട് ഇന്ത്യ വീഴുന്നു. ഇതൊക്കെ മറച്ചു വെക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു ചർച്ച കൊണ്ടുവന്ന ന്യൂസ് നൈറ്റുകളിൽ ഫാസിസ്റ്റുകളും അവരുടെ ഗവൺമെന്റും ചർച്ചയ്ക്ക് വിധേയമാവുകയില്ല എന്നുള്ള ഒരു മറയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. അത് നമ്മൾ സൂക്ഷിക്കണം എന്നൊരു അനുബന്ധം ചേർക്കാണ് ചോദ്യത്തിലേക്ക്. ചോദ്യം ഇപ്പോൾ പറഞ്ഞ ചരിത്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടാവുന്ന ഒരു ചോദ്യമാണ്. പതാകവാഹകനായിരുന്ന ആളുടെ കയ്യിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതാക തിരിച്ചു വാങ്ങി മറുപടി കൊടുത്തു. ആരാണ് ആ പതാകവാഹകൻ? പെട്ടെന്ന് ബസർ അമർത്താം. സഅദ് ബിൻ ഉബാദ, ത്വൽഹ, ഉമർ. വേഗം ബസർ അമർത്താം. ആരായിരുന്നു ആ പതാകവാഹകൻ? ഈ പറഞ്ഞ ചരിത്രത്തിൽ തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു പോയിട്ടുണ്ട്. വേഗത്തിൽ ബസർ അമർത്താം. യെസ്, അല്ലമീൻ, യെസ്, വേഗം വരാം. സഅദ് ബിൻ ഉബാദ എന്ന ഓപ്ഷൻ എ ആണ് അദ്ദേഹം ലോക്ക് ചെയ്തിട്ടുള്ളത്. ചരിത്രം അദ്ദേഹം ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ശരി ഉത്തരം അത് തന്നെയാണ്, സഅദ് ബിൻ ഉബാദ എന്നതാണ് ശരി. ഞാൻ സത്യത്തിൽ ഉത്തരം ഞാനിവിടെ പറഞ്ഞിരുന്നു. അപ്പോ സദസ്സിലുള്ള ആളുകൾ അത് വളരെ ശ്രദ്ധിച്ചിരുന്നു. പാനലിസ്റ്റുകൾ അപ്പോൾ ബസറിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ചില ആളുകൾക്ക് ഉത്തരം കിട്ടിയില്ല. ഏതായാലും നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വേഗത്തിൽ, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. മദ്യപാനി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ കൂടി ചേർത്ത് പറഞ്ഞതായി വിവിധ ഹദീസുകളിലുണ്ട്. മദ്യപാനി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞതിനോടൊപ്പം വേറെ ചില ആളുകളെയും പറഞ്ഞിട്ടുണ്ട്. ഇനി ഓപ്ഷനിൽ ചില ആളുകളെ പറയും. അതിൽ ഒരു ഓപ്ഷൻ ഈ മദ്യപാനി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒന്നാണ്. അത് യഥാർത്ഥത്തിൽ ഗുരുതരമായ തെറ്റ് തന്നെയാണ്. പക്ഷേ ഇതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറയാത്തതാണ്. ഏതാണത്? യെസ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ, ചെയ്ത നന്മ എടുത്തു പറയുന്നവൻ, പലിശ പുജിക്കുന്നവൻ. യെസ്, ബസറിൽ അമർത്താം ശരി ഉത്തരത്തിന് വേണ്ടി. ഒരാൾക്കൊരു സേവനം ചെയ്ത് ലോക്ക് ചെയ്യുന്നവർക്ക് ഓഡിയൻസ് ആൻസർ പറയുന്നുണ്ട്. ജസീം അഹമ്മദ്, യെസ്, വേഗം അഹമ്മദ്. ഓക്കെ, ഫസ്റ്റ് പലിശ ഭുജിക്കുന്നവൻ എന്ന ഓപ്ഷൻ സി ആണ് ജസീം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ജസീം പെട്ടെന്ന് നോക്കൂ, വളരെ പെട്ടെന്ന്. മെൻഡി, പലിശ ഭുജിക്കുന്നവന് ഉത്തരം ശരിയാണ്. ഓക്കെ, വണ്ടർഫുൾ, ഗുഡ് എൻട്രി. ലഹരിയെ വളരെ ശക്തമായി ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. ഈ മണികണ്ഠേറ്റ ആളൊരു പൊളിയാണ്. മൂപ്പർ അവിടുന്ന് ഉത്തരം ഓൾറെഡി പറഞ്ഞു. പക്ഷേ നമുക്ക് പിന്നെ ഇതിന്റെ പോളിസീസ് വയലേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ഉത്തരം നമ്മൾ പരിഗണിക്കണില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ കൺക്ലൂഷനിലേക്ക് പോകേണ്ട ഘട്ടം എത്തിയിരിക്കുന്നു. ഓഡിയൻസിനുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്നിക്കൽ ഡെസ്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, വിത്തിൻ 1 minute പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അതിലേക്ക് പോകും. ഫാസ്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഇവരുടെ മാർക്കും കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. ഓക്കെ, ലീഡർ ബോർഡിൽ നമ്മൾ ആരാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്ന് നോക്കാം. അൽ അമീൻ എസിന് 30 മാർക്കുണ്ട്, ജസീമിന് 10 മാർക്കുണ്ട്, ഇൻസാഫിന് 5 മാർക്കുണ്ട്. സാജിദ് അബ്ദുള്ള ഒരു ചോദ്യം നമുക്ക് തെറ്റിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു -മാർക്ക് വന്നിട്ടുണ്ട്.
എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ. സാജിദ് അബ്ദുള്ളക്ക് എക്സ്ട്രാ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഏതായാലും വളരെ മികച്ച മത്സരമായിരുന്നു. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം അറ്റൻഡ് ചെയ്തു. അതിനെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഓഡിയൻസും വളരെ നന്നായി നമ്മളോട് സഹകരിച്ചു. ഇവിടെ ഈ സൈഡിലൊക്കെ നിന്ന് ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ആ സൈഡിലുള്ള ചേട്ടനൊക്കെ പ്രത്യേകം നന്ദി. താങ്ക് യു, വണ്ടർഫുൾ.